എല്ലാവർക്കും റീഡിംഗ് സ്റ്റോറീസ് എന്ന മലയാളം യൂട്യൂബ് ചാനലിലേക്ക് ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് ജിജി ചിലമ്പിൽ എഴുതിയ ഫാമിലി ത്രില്ലറായ ക്യാപിറ്റൽ പണിഷ്മെന്റ്. കേൾക്കാം, ആസ്വദിക്കാം. നിർത്താതെ ടെലിഫോൺ ശബ്ദിക്കുന്നത് കേട്ടാണ് തിലകൻ ഉറക്കമുണർന്നത്. ആരാണി കൊച്ചു വെളുപ്പാൻ കാലത്ത്? നാശം, ഉറങ്ങാനും സമ്മതിക്കില്ല. പെറുപെറുത്തുകൊണ്ട് തിലകൻ തിരിഞ്ഞു കിടന്നു. സുമിത്ര നേരത്തെ എണീറ്റ് പോയിരുന്നു. അവർ അടുക്കളയിൽ ബെഡ് കോഫി ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു. പെട്ടെന്ന് ടെലിഫോൺ മണിയടി നിലച്ചു. മഞ്ജു ഫോണിൽ ആരോടോ സംസാരിക്കുന്നത് തിലകൻ കേട്ടു. അദ്ദേഹം കണ്ണടച്ചു കിടന്നു. ഡാഡി, ഡാഡിക്കാ ഫോൺ. കോഡ്ലെസ് ടെലിഫോണുമായി മഞ്ജു തിലകന്റെ അടുത്തേക്ക് വന്നു. കിടക്കയിൽ എണീറ്റിരുന്നു. തിലകൻ റിസീവർ വാങ്ങി. ഹലോ, SP തിലകൻ ഹിയർ. എപ്പോ? ഫോണിലൂടെ വന്ന വാർത്ത കേട്ട് തിലകൻ ധരിച്ചിരുന്നു. ആരാ? അങ്ങോട്ട് കോഫിയുമായി വന്ന സുമിത്ര തിരക്കി. ആ കഴിവുകളുടെ മോൻ ജയിൽ ചാടിയെന്ന്, ജോബ് ഡിസൂസ. തിലകനിൽ ഉണ്ടായ ഞെട്ടൽ സുമിത്രയിലേക്കും പടർന്നു. അദ്ദേഹം കുറച്ചു സമയം റിസീവറും പിടിച്ച് സ്തബ്ധനായിരുന്നു. ഇനി എന്തു ചെയ്യും? കാപ്പിക്കപ്പ് ടീപ്പോയുടെ പുറത്ത് വെച്ചിട്ട് സുമിത്രയും തിലകനും സമീപം ഇരുന്നു. നമ്മൾ സൂക്ഷിക്കണം. നോവിച്ചു വിട്ട മൂർഖൻ പാമ്പാണ് അവൻ. ഞാൻ ഇന്ന് കറിയാച്ചനെ വിളിക്കട്ടെ. തിലകൻ ചില നമ്പറുകളിൽ വിരലമർത്തി. കറിയാച്ചനാണോ? ഞാനാ, തിലകൻ. എടോ, ആ കഴിവുകളുടെ മോൻ ജയിലിൽ ചാടി. അതെ, ഇപ്പൊ വിളിച്ചതേ ഉള്ളൂ. സൂക്ഷിച്ചിരുന്നു, ആദ്യം തന്നെയായിരിക്കും പൊക്കുന്നത്. കൂടുതൽ ഒന്നും സംസാരിക്കാതെ തിലകൻ ഫോൺ വെച്ചു. 15 മിനിറ്റ് കൊണ്ട് പ്രഭാത കൃത്യങ്ങൾ കഴിഞ്ഞ് യൂണിഫോം ധരിച്ച് തിലകൻ റെഡിയായി. അദ്ദേഹം ധൃതിയിൽ ജീപ്പിൽ കയറി. ജീപ്പിന്റെ ടയർ റോഡിന്റെ മാറു പിളർന്നു. അപ്പോൾ കടപ്പുറത്തെ പൊടിമണൽ പറത്തിക്കൊണ്ട് ഒരു പോലീസ് ജീപ്പ് പാഞ്ഞു വന്നു. അത് എസ്തപ്പാന്റെ വീടിന് മുന്നിൽ നിന്നു. ജീപ്പിൽ നിന്നും സർക്കിൾ ഇൻസ്പെക്ടർ റോയി തോമസും പാർട്ടിയും പുറത്തിറങ്ങി. പോലീസ് പാർട്ടിയെ കണ്ട് റീന അകത്തേക്ക് വലിഞ്ഞു. എസ്തപ്പാനും ചാക്കോയും എണീറ്റ് സിഐയുടെ അടുത്തേക്ക് ചെന്നു. അവനിവിടെ വന്നോ, ജോബ് ഡിസൂസ? ബാറ്റൺ കയ്യിലിട്ട് കറക്കിക്കൊണ്ട് CI 2 ചാൽ നടന്നു. ജോബോ? ഒന്നും അറിയാത്ത മട്ടിൽ എസ്തപ്പാൻ ചോദിച്ചു. അതെ, ജോബ് ഡിസൂസ. അവൻ ഇന്നലെ രാത്രി ജയിൽ ചാടി. ഇവിടെ വരാൻ സാധ്യതയുണ്ട്. വന്നാലുടൻ ഞങ്ങളെ വിവരം അറിയിക്കണം. ഇല്ലെങ്കിൽ എല്ലാറ്റിന്റെയും നൊട്ടലി ചവിട്ടി കൊടുക്കും, പറഞ്ഞേക്കാം. CI റോയി തോമസ് ജീപ്പിൽ കയറി. വണ്ടിയെടുക്ക്, അദ്ദേഹം ഡ്രൈവറോട് ആജ്ഞാപിച്ചു. പൊടിമണ്ണിലൂടെ ജീപ്പ് പാഞ്ഞുപോയി. മിനിറ്റുകൾക്കുള്ളിൽ കടപ്പുറം മുഴുവൻ ആ വാർത്ത പരന്നു. കടപ്പുറത്ത് ആളുകൾ തടിച്ചുകൂടി. ജോബ് ഡിസൂസ ജയിൽ ചാടി. പവിഴക്കൊട്ടാരം. കറിയാച്ച് ഉളക്കാടൻ മുതലാളിയുടെ ബംഗ്ലാവ്. കറിയാച്ച് മുതലാളിയുടെ സ്വകാര്യ ടെലിഫോൺ ശബ്ദിച്ചു. അയാൾ റിസീവർ എടുത്തു. ഹലോ, കറിയാച്ചനല്ലേ? ഇത് ഞാനാ, തിലകൻ. എന്താടോ, തന്നെ ഇങ്ങോട്ടൊന്നും കാണാനില്ലല്ലോ. അവൻ ചാടിയെന്ന് കേട്ടപ്പോ മുതൽ വീടിനുള്ളിൽ കയറി പൂട്ടിയിരിപ്പാണോ? എന്റെ കറിയാച്ച, താനൊന്ന് നിർത്ത്. കുറച്ച് തിരക്കുണ്ടായി പോയി, അതെന്റെ കുറ്റാണോ? എടോ, അവന്റെ വിവരം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, പോലീസ് ഓരോ മുക്കും മൂലയും അരിച്ചു പെറുക്കുന്നുണ്ട്. ആ, ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം. താൻ ഏതായാലും സൂക്ഷിക്കുന്നത് നന്ന്. കറിയാച്ചൻ റിസീവർ വെച്ചു. ആരാ അച്ചായ വിളിച്ചത്? മാധവമേനി ചലിപ്പിച്ചുകൊണ്ട് അങ്ങോട്ട് വന്ന റീത്ത ചോദിച്ചു. തിലകനാ. എന്താ, അവനെ പിടിച്ചോ? റീത്ത മുതലാളിയോട് ചേർന്നിരുന്നു. പിടിച്ചു. മനുഷ്യനിവിടെ ആദ്യം കയറിയിരിക്കുമ്പോഴാ അവളുടെ ശൃംഗാരം. ഏറ്റു പോടി. കറിയാച്ചന് കോപം വന്നു. ഓ, ഞാൻ പോയേക്കാം. അല്ലേലും പണ്ടത്തെ പോലെ ഇങ്ങേർക്ക് എന്നോട് താല്പര്യമില്ല. ചവിട്ടിക്കുലുക്കി റീത്ത എണീറ്റുപോയി. മച്ചിൽ ഫുൾ സ്പീഡിൽ ഫാൻ കറങ്ങുന്നുണ്ടായിരുന്നെങ്കിലും കറിയാച്ചൻ വിയർത്തു കുളിച്ചു. സൈമണിനെ വിളിച്ച് വിവരം പറഞ്ഞാലോ? കറിയാച്ചൻ റിസീവർ എടുത്തു. അല്ലെങ്കിൽ വേണ്ട. അയാൾ റിസീവർ യഥാസ്ഥാനത്ത് വെച്ചു. ആരായിരിക്കും ജോബിനെ ജയിൽ ചാടാൻ സഹായിച്ചത്? ഇല്ലെങ്കിൽ 7 കൊല്ലം കൂടി അവൻ അവിടെ കിടന്നേനെ. പിന്നെ പുറത്തു വരാതിരിക്കാൻ വേണ്ടത് ചെയ്യാമായിരുന്നു. പക്ഷേ തന്റെ കണക്കുകൂട്ടലുകൾ തകിടം മറിഞ്ഞു. ഏത് നിമിഷവും അവൻ തന്റെ നേരെ ആക്രമണം ആരംഭിക്കാം. ഔട്ട് ഹൗസിൽ താൻ തീറ്റിപ്പോറ്റുന്ന ഗുണ്ടകളായിരുന്നു മുതലാളിയുടെ ഏക ആശ്വാസം. തന്നെ തേടി അവൻ എത്തുന്നതിന് മുമ്പ് അവനെ പുകച്ചു കളയണം. റീത്തേ, ആ വിളിയുടെ അർത്ഥം മനസ്സിലാക്കിയ റീത്ത ഷീ വാസ്
ഒരിക്കലിന്റെ ബോട്ടിലും ഗ്ലാസുമായി വന്നു. ഓരോ ആവശ്യത്തിന് ഞാൻ തന്നെ വേണം. അവൾ പെറുവെടുത്തു. ഒഴിക്ക്, കറിയാച്ചൻ പറഞ്ഞു. ശിവാശ്രീകളിന്റെ അടപ്പ് തുറന്ന് ചുവന്ന ദ്രാവകം റീത്ത ഗ്ലാസ്സിലേക്ക് പകർന്നു. എന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഐസ് ക്യൂബ് എടുത്ത് ഗ്ലാസ്സിലേക്ക് ഇട്ടു. ഗ്ലാസ്സിൽ ഉയർന്നു വരുന്ന കുമിളുകളിലേക്ക് നോക്കിക്കൊണ്ട് കറിയാച്ചനിരുന്നു. അയാളുടെ മുഖം ഗ്ലാസ്സിൽ പ്രതിഫലിച്ചു. ആ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. പെട്ടെന്ന് വീണ്ടും ടെലിഫോൺ ശബ്ദിച്ചു. ആൽബർട്ട് ആയിരിക്കും പറഞ്ഞുകൊണ്ട് കറിയാച്ചൻ റിസീവർ എടുത്തു. ഹലോ, കറിയ ചൂളക്കാരനല്ലേ? എന്നെ ഓർമ്മയില്ലെന്ന് തോന്നുന്നു. ഞാനാണ് ജോബ് ഡിസൂസയെ രക്ഷപ്പെടുത്തിയത്. ഒരു പരുക്കിൻ സ്വരം കറിയാച്ചന്റെ കാതുകളിൽ ഒഴുകിയെത്തി. നിങ്ങൾ ആരാണ്? കറിയാച്ചന് ആളെ മനസ്സിലായില്ല. ഞാൻ ആരാണെന്ന് നീ ഓർമ്മിക്കുന്നില്ല അല്ലേ? എടാ ചൂളക്കാടാ, നിന്നെ ചുടലിൽ വെച്ചിട്ട് എനിക്കിന് വിശ്രമമുള്ളൂ. നീ? കറിയാച്ചന്റെ ശബ്ദത്തിന് വിറയൽ ബാധിച്ചിരുന്നു. അതേടാ, ഓർമ്മയില്ലെങ്കിൽ എഴുതി വെച്ചോ. മൂർത്തി, ഡോക്ടർ മൂർത്തി. കറിയാച്ചന്റെ തലയ്ക്കുള്ളിൽ ഒരു ബോംബ് സ്ഫോടനമുണ്ടായി. റിസീവർ കയ്യിൽ നിന്നും വഴുതി. ആഭ്യന്തരമന്ത്രി ഗോവിന്ദൻ കാട്ടുനിലം തന്റെ മുറിയിൽ അസ്വസ്ഥതയോടെ 2 ചാൽ നടന്നു. എയർ കണ്ടീഷണറിന്റെ മൂളൽ മുറിയിലെ നിശബ്ദതയ്ക്ക് ഭംഗം വരുത്തിക്കൊണ്ടിരുന്നു. ഹോം മിനിസ്റ്റർ ഗഹനമായ ആലോചനയിലാണെന്ന് ആ മുഖം കണ്ടാൽ അറിയാമായിരുന്നു. അദ്ദേഹം കോഡ്ലെസ് ടെലിഫോൺ എടുത്ത് ഒരു നമ്പർ ഡയൽ ചെയ്തു. എന്നിട്ടത് കാതോട് ചേർത്തു. ഹലോ, പ്രഭാശങ്കർ അല്ലേ? ഇത് ഹോം മിനിസ്റ്ററാ. എന്താണോ ഞാൻ ഈ കേൾക്കുന്നതൊക്കെ? എന്റെ കസേര തെറിപ്പിക്കാഞ്ഞിട്ട് തനിക്കൊന്നും ഇരിക്കപ്പുറത്തില്ല അല്ലേ? ജി കെ കോപം കൊണ്ട് വിറച്ചു. അന്ന് രാത്രി ഗസ്റ്റ് ഹൗസിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു അടിയന്തര യോഗം ചേർന്നു. ഒറ്റ ദിവസം കൊണ്ട് മന്ത്രിസഭ താഴെ വീഴും. മര്യാദയ്ക്കൊന്ന് വിശ്രമിക്കാൻ പോലും കഴിയുന്നില്ല. ഇപ്പോ സിഎം വിളിച്ചതേ ഉള്ളൂ. ജി കെ ദേഷ്യപ്പെട്ടു. സർ, നഗരത്തിലെ ഓരോ ഇഞ്ചും അരിച്ചു പെറുക്കിയിട്ടും ആ റാസ്കലിനെ കുറിച്ചോ അവനെ രക്ഷപ്പെടുത്തിയവരെ കുറിച്ചോ യാതൊരു വിവരവുമില്ല. DIG ചന്ദ്രദാസ് പറഞ്ഞു. എന്നാൽ നിയമസഭയ്ക്കകത്തുണ്ടോന്ന് തനിക്ക് നോക്കാൻ മേലായിരുന്നു? ജി കെ തട്ടിക്കേറി. ശരിയാ, ചില MLA-മാരുടെയോ മന്ത്രിമാരുടെയോ വീട് റെയ്ഡ് ചെയ്താൽ കിട്ടിയെന്ന് വരും. മനസ്സിൽ തോന്നിയത് DIG മിണ്ടിയില്ല. വിത്തിൻ 24 hours അവനെ കസ്റ്റഡിയിൽ എടുത്തു എന്ന വാർത്ത എനിക്ക് കിട്ടണം. കറിയ ചൂളക്കാടൻ എനിക്ക് വേണ്ടപ്പെട്ടവനാ. ഹോം മിനിസ്റ്റർ എണീറ്റു. സർ, IG പ്രഭാകർ സല്യൂട്ട് അടിച്ചു. പോലീസ് വണ്ടികൾ സൈറൻ ഇട്ടുകൊണ്ട് നഗരത്തിലൂടെ തലങ്ങും വിലങ്ങും പാഞ്ഞു. കറിയാച്ച മുതലാളി തിലകനെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു. വാൾ ക്ലോക്കിൽ 5 മണി അടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ഫിയറ്റ് കാർ വന്ന് പവിഴക്കൊട്ടാരത്തിന്റെ പോർച്ചിൽ നിന്നു. അതിൽ നിന്നും SP തിലകൻ ഇറങ്ങി. അദ്ദേഹം യൂണിഫോമിലായിരുന്നു. കറിയാച്ചൻ തിലകനെ അകത്തേക്ക് ആനയിച്ചു. ഇരുവരും സ്വീകരണ മുറിയിലെ സെറ്റുകളിൽ സ്ഥാനം പിടിച്ചു. തിലകൻ തലയിൽ നിന്നും ക്യാപ്പ് ഊരി ടീപ്പോയുടെ പുറത്തു വെച്ചു. താൻ ആഭ്യന്തരമന്ത്രിയെ വിളിച്ചിരുന്നില്ലേ? മുഖവരെ ഒന്നും കൂടാതെ തിലകൻ ചോദിച്ചു. വിളിച്ചിരുന്നു. എന്താ, തനിക്കൊക്കെ ഇളക്കം തട്ടിയിരിക്കും അല്ലേ? കറിയാച്ചൻ ഒരു സിഗരറ്റ് കത്തിച്ച് അതരങ്ങൾക്കിടയിൽ വെച്ചു. നഗരം മുഴുവനും പോലീസിന്റെ വലയ്ക്കുള്ളിലാണ്. അവരറിയാതെ ഒരു ഈച്ച പോലും പറക്കില്ല. ഹോം മിനിസ്റ്ററിന്റെ പ്രത്യേക ഓർഡറുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കണമെന്ന്. അവൻ നഗരത്തിന് പുറത്തു കിടന്നിട്ടുണ്ടെങ്കിൽ? തിലകൻ അതിനുത്തരം പറഞ്ഞില്ല. പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അവനെ രക്ഷപ്പെടുത്തിയത് ആരാണെന്ന് വല്ല ഊഹവും ഉണ്ടോ? സിഗരറ്റിന്റെ ചാരം ആശ്രയിൽ തട്ടിക്കൊണ്ട് കറിയാച്ചൻ തിലകന്റെ മുഖത്ത് കണ്ണു നട്ടു. ഇതുവരെയില്ല. എങ്കിൽ എനിക്കറിയാം ആളെ. അവൻ കുറച്ചു മുമ്പ് എന്നെ വിളിച്ചിരുന്നു. ആരാ അത്? അമ്പരപ്പോടെ തിലകൻ കറിയാച്ചന്റെ മുഖത്തേക്ക് നോക്കി. ഡോക്ടർ മൂർത്തി. തിലകൻ നടുങ്ങുന്നത് കറിയാച്ചൻ കണ്ടു. സത്യമാണോടോ? തിലകന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അതെ, നമുക്കന്ന് തെറ്റുപറ്റി. മൂർത്തി മരിച്ചിട്ടില്ല. ഒരുപക്ഷെ ശക്തമായ തിരിച്ചുവരവായിരിക്കും അവന്റേത്. തിലകൻ പറഞ്ഞു. എന്റെ ആളുകളെ ഉപയോഗിച്ച് ഞാൻ അവനെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും. താൻ എന്തൊക്കെയാണ് ഈ പുലമ്പുന്നത്? ജോബ് ഡിസൂസയും അവന്റെ ഒപ്പമുണ്ട്. അവർ ഒരുമിച്ച് നിന്നാ ചിലപ്പോ പലത് നടന്നിരിക്കും. ആ, താൻ സൈമനെ വിവരം അറിയിച്ചില്ലല്ലോ? ഇല്ല. വിവരം അറിഞ്ഞ അവൻ സിംഗപ്പൂരിൽ നിന്നും പാഞ്ഞു വരും. തൽക്കാലം അറിയിക്കാതിരിക്കുന്നതാണ് ബുദ്ധി. എടോ, ഓരോ ലാർജ് വിടാം. താൻ വാ. കറിയാച്ചൻ തിലകനെ ഡൈനിങ് റൂമിലേക്ക് ആനയിച്ചു. അവിടെ റീത്ത മദ്യം വിളമ്പിയിരുന്നു. മദ്യ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തു. കറിയാച്ച,
റോബർട്ടിനോടും സൂക്ഷിക്കാൻ പറയണം. അവനെയും വെറുതെ വിടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തന്റെ ശിങ്കിടികൾ മാത്തനും ബേബിയും ഔട്ട് ഹൗസിലുണ്ടല്ലോ അല്ലേ? അവന്മാർ അറിയാതെ ഒരീച്ച പോലെ കോമ്പൗണ്ടിൽ കിടക്കില്ല, കറിയാച്ചൻ പറഞ്ഞു. തിലകൻ ബംഗ്ലാവിൽ നിന്ന് ഇറങ്ങുമ്പോൾ പടിഞ്ഞാറെ മാനം ചുവക്കാൻ തുടങ്ങിയിരുന്നു. നേരെ ഒരുപാടായി. സുമിത്ര എന്നെ കണ്ടില്ലെങ്കിൽ പരിഭ്രമിക്കും. വാച്ചിൽ നോക്കിക്കൊണ്ട് തിലകൻ പറഞ്ഞു. തിലകൻ കാറിൽ കയറി സ്റ്റാർട്ട് ചെയ്തു. ഗുഡ് നൈറ്റ്, അയാൾ കൈവീശി. ഒരു മുരളിലോടെ കാർ ഗേറ്റ് കടന്ന് പുറത്തെ നരച്ച ഇരുട്ടിൽ മറഞ്ഞു. അസ്വസ്ഥതയോടെ കറിയാച്ച മുതലാളി ഔട്ട് ഹൗസിലേക്ക് ചെന്നു. കരടിമാത്തനും ആന ബേബിയും തീറ്റയും കുടിയുമായി ഇരിക്കുകയായിരുന്നു. എടാ മതിയാക്കടാ, നീയൊക്കെ കുടിച്ച് വെളിവില്ലാതെ കിടക്കുമ്പോഴായിരിക്കും അവൻ വരുന്നത്. മുതലാളിക്ക് ദേഷ്യം വന്നു. ഇല്ല മുതലാളി, 2 ലിറ്റർ വീതം കുടിച്ചാലും ഞങ്ങൾക്ക് ബോധം നഷ്ടപ്പെടില്ല. പിന്നെയാണോ 300 മില്ലി? മുതലാളി ധൈര്യമായി പോയി കിടന്നുറങ്ങിക്കോ. അവൻ ഇതിനുള്ളിൽ കടന്ന ജീവനോടെ പോവില്ല. ഈ പറയുന്നത് കരടിയാ. കരടിമാത്തൻ നെഞ്ചത്ത് തട്ടിക്കൊണ്ട് പറഞ്ഞു. കറിയാച്ചൻ അല്പം മനസമാധാനത്തോടെ ബംഗ്ലാവിലേക്ക് കയറിപ്പോയി. രാത്രി വിജനമായ നഗരത്തിന്റെ അപ്രധാനമായ പാതയിലൂടെ ഇരുളിനെ കീറി മുറിച്ചുകൊണ്ട് ഒരു മാരുതി വാൻ ചീറിപ്പാഞ്ഞു. ഡ്രൈവറെ കൂടാതെ ആ വാനിൽ 3 പേരുണ്ടായിരുന്നു. അതിലൊരാൾ ജോബ് ഡിസൂസയായിരുന്നു. വേഷം മാറിയിരുന്നതുകൊണ്ട് ഒറ്റ നോട്ടത്തിൽ ജോബിനെ ആർക്കും മനസ്സിലാകുമായിരുന്നില്ല. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ജോബ് ഡിസൂസ ചോദിച്ചു. താങ്കളെ രക്ഷിക്കാൻ ഞങ്ങളെ അയച്ച ആളിന്റെ അടുത്തേക്ക്. ഇടതുവശത്തിരുന്ന തടയൻ അത്ര രസിക്കാത്ത മട്ടിൽ അത് പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ജോ പിന്നെ ഒന്നും സംസാരിച്ചില്ല. ആ മനുഷ്യൻ ആരാണെന്നറിയാനുള്ള ഉത്കടമായ ആഗ്രഹം അവനിൽ ഇരട്ടിച്ചതേയുള്ളൂ. വാൻ പട്ടണാതിർത്തിയിൽ നിന്നും വിട്ട് വിജനമായ മലഞ്ചെരുവിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഇരുളിൽ അങ്ങിങ്ങായി അസ്ഥിപഞ്ചരം പോലെ കൂറ്റൻ കശ്മാവുകൾ നിൽക്കുന്നത് ജോബ് കണ്ടു. ചില ഭാഗങ്ങളിൽ ചെകുത്താന്മാരെ പോലെ തല ഉയർത്തി നിൽക്കുന്ന കൂറ്റൻ പാറക്കല്ലുകൾ. വാൻ ടാർ നിരത്ത് വെച്ച് ഒരു ചെമ്മൺ പാതയിലേക്ക് പ്രവേശിച്ചു. പിന്നെയും ഏതാണ്ട് 4-5 കിലോമീറ്റർ ഓടിയ ശേഷം അതിന്റെ പ്രയാണം നിലച്ചു. ഇറങ്ങാം, പിന്നിലിരുന്ന തടിയൻ പറഞ്ഞു. ഡ്രൈവർ ഒഴിച്ച് 3 പേരും ഇറങ്ങി. അതൊരു ഇടിഞ്ഞു പൊളിഞ്ഞ പഴയ വീടാണെന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ ജോബ് മനസ്സിലാക്കി. പെട്ടെന്ന് 2 നായ്ക്കൾ കുറച്ചുകൊണ്ട് പാഞ്ഞു വന്നു. കനത്ത ശബ്ദം പുറത്തേക്ക് വന്നു. നായ്ക്കൾ പെട്ടെന്ന് നിന്നു. എന്നിട്ട് പിന്തിരിഞ്ഞ് അകത്തെ ഇരുളിൽ മറഞ്ഞു. തന്റെ ഇരുവശത്തുമുള്ള ആളുകൾക്കൊപ്പം മങ്ങിയ വെളിച്ചത്തിൽ ജോബ് ഡിസൂസ ആ വീടിന്റെ നീണ്ട ഇടനാഴിയിലൂടെ മുമ്പോട്ട് നടന്നു. അവർ ഒടുവിൽ ഒരു മുറിയിൽ എത്തിച്ചേർന്നു. വെൽക്കം മിസ്റ്റർ ജോബ് ഡിസൂസ. പഴയ ശബ്ദം വീണ്ടും. ജോബ് ശബ്ദം കേട്ടിടത്തേക്ക് തലതിരിച്ചു. പിന്നിൽ 2 അംഗരക്ഷകന്മാരുടെ നടുവിൽ വീൽചെയറിൽ അജാനുബാഹുവായ ഒരു മനുഷ്യനിരിക്കുന്നു. തലയുടെ മുൻഭാഗത്ത് കഷണ്ടിയുടെ ആക്രമണം ആരംഭിച്ചിട്ടുണ്ട്. കുഴിഞ്ഞ കണ്ണുകൾ, നീണ്ടു വളഞ്ഞ നാസിക, ക്ലീൻ ഷേവ് ചെയ്ത മുഖം. ജോബ് അയാളെ സൂക്ഷിച്ചു നോക്കി. ഒരു നിമിഷം ജോബ് അറിയാതെ ഞെട്ടി. ആ മനുഷ്യന് മുട്ടിന് താഴെ 2 കാലുകളും ഇല്ലായിരുന്നു. ജോബിന് എന്നെ ഓർമ്മയില്ലേ? വീണ്ടും ആ ശബ്ദം. ജോബ്. പെട്ടെന്ന് കുറെ ഓർമ്മകൾ മിന്നൽ പോലെ അവന്റെ ഉള്ളിലൂടെ പാഞ്ഞുപോയി. ഡോക്ടർ മൂർത്തി, മൂർത്തി അങ്കിൾ. ജോബിന്റെ അതരം മന്ത്രിച്ചു. അതെ മോനെ, നിന്റെയും പ്രിൻസിയുടെയും മൂർത്തി അങ്കിൾ. ജോബ് ഡിസൂസ അയാളെ കെട്ടിപ്പുണർന്നു. അങ്കിൾ, ഇത് സത്യമാണോ? അങ്ങ് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടോ? അവന് അമ്പരെ പടക്കാനായില്ല. ഒരിക്കലും ജീവനോടെ കാണില്ലെന്ന് കരുതിയ മനുഷ്യനാണ് മുമ്പിൽ തന്റെ പ്രിയപ്പെട്ട അങ്കിൾ ഡോക്ടർ മൂർത്തി, അരുണിന്റെയും ആശയുടെയും ഡാഡി. മോനെ, എന്റെ 2 കാലുകളുടെ ശവദാഹം നടത്താനേ ആ തെണ്ടികൾക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷെ അവന്റെയൊക്കെ ശവദാഹം നടത്താൻ ഞാൻ ജീവിച്ചു. അങ്കിൾ, സത്യത്തിൽ അന്ന് എന്താണ് സംഭവിച്ചത്? എല്ലാം പറയാൻ ജോബ്. എന്റെ നഷ്ടപ്പെട്ട കാലുകളാണ് നീ. നിനക്ക് പഴയ കുറെ കടങ്ങൾ ബാക്കിയില്ലേ? നിന്റെ ഡാഡി ഡിസൂസയെ ഒരു പട്ടിയെ പോലെ നടുറോഡിലിട്ട് കൊത്തിയെരിഞ്ഞവരോട് പ്രതികാരം ചെയ്യണ്ടേ? നമ്മുടെയൊക്കെ പനിനീർപ്പുവായിരുന്ന പ്രിൻസിമോളെ കശക്കി എറിഞ്ഞവരെ വെട്ടി നുറുക്കണ്ടേ? അതുപോലെ എനിക്കും ചില കണക്കുകൾ ബാക്കിയുണ്ട്. എന്റെ പൊന്നുമക്കൾ, നിന്നെ ഞാൻ സഹായിക്കാം, എന്നെ നീയും. ഇപ്പോൾ ജോബ് വിശ്രമിക്ക. എന്റെ പദ്ധതികൾ ഞാൻ വിവരിക്കാം. ഭദ്ര, മൂർത്തി വിളിച്ചു. നേരത്തെ തന്റെ കൂടെ വന്ന തടിയൻ മുമ്പിലെത്തി. ജോബിന് മുറി കാണിച്ചു കൊടുക്ക്. വരൂ,
ഭദ്രന്റെ പിന്നാലെ ജോബ് നടന്നു. ഭദ്രൻ കാണിച്ച മുറിയിൽ എല്ലാം തയ്യാറായിരുന്നു, ഡ്രസ്സ് വരെ. തണുത്ത വെള്ളത്തിൽ ഒന്ന് കുളിച്ചു കഴിഞ്ഞപ്പോൾ ജോബിന് നഷ്ടപ്പെട്ട ഉന്മേഷം വീണ്ടു കിട്ടി. മേശപ്പുറത്ത് ആഹാരം നിർത്തിയിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്നതിനാൽ അത് മുഴുവൻ കഴിച്ചു. ഇനി ഒന്ന് സുഖമായിട്ട് ഉറങ്ങണം. മൂട്ടയും കൊതുകും കടിക്കാതെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു രക്ഷപ്പെടലായിരുന്നു ഇത്. അല്ലെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്തതൊക്കെയല്ലേ തന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഒരു ഉറുമ്പിനെ പോലും കൊന്നിട്ടില്ലാത്ത താനൊരു കൊലയാളിയായി, ജയിലിലുമായി. കുറെ ഓർമ്മകൾ ജോബിനെ അലട്ടി. അതിനിടയിൽ അറിയാതെ ഉറങ്ങിപ്പോയി. ഉറക്കം എങ്ങനെയുണ്ടായിരുന്നു? മച്ചിലെ മാറാലകളിൽ കണ്ണും നട്ട് കിടക്കുകയായിരുന്ന ജോബ് ഡിസൂസ ആ ശബ്ദം കേട്ട് ഞെട്ടി എണീറ്റു. വാതിൽക്കൽ വീൽ ചെയറിൽ ഡോക്ടർ മൂർത്തി. ജോബ്, നമുക്ക് കുറെ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനുണ്ട്. വേഗം പ്രഭാത കൃത്യങ്ങൾ കഴിച്ച് റെഡിയായിരിക്കെ. അതും പറഞ്ഞ് മൂർത്തി തിരിച്ചുപോയി. അരമണിക്കൂറിന് ശേഷം ഭദ്ര നൽകിയ ജീൻസും ഷർട്ടും ധരിച്ചു കഴിഞ്ഞപ്പോൾ ജോബ് ആളാകെ മാറി. ഡോക്ടർ സാബ് വിളിക്കുന്നു, വരൂ, ഭദ്രൻ പറഞ്ഞു. അയാൾക്ക് പിന്നാലെ ജോബ് ഡോക്ടറുടെ മുറിയിലേക്ക് ചെന്നു. ഡോക്ടറുടെ വളർത്തു നായ്ക്കൾ ജോബിനെ കണ്ട് മുരണ്ടു. ജോബ് ഇരിക്ക്, തന്റെ സമീപത്തെ കസേര ചൂണ്ടിക്കാട്ടി മൂർത്തി പറഞ്ഞു. അയാൾ കസേരയിലിരുന്നു. എന്താണ് ജോബിന്റെ പരിപാടി? മൂർത്തി തിരക്കി. എനിക്ക് ആദ്യം കാണേണ്ടത് സൈമൺ ചൂളക്കാടനെയാണ്. അവിടുന്ന് വേണം എനിക്ക് ആരംഭിക്കാൻ. അവൻ നിർത്തിയെടുത്തു നിന്ന് ഞാൻ തുടങ്ങും. കൊള്ളാം, നല്ല ആശയം. പക്ഷേ സൈമൺ ഇപ്പോ സിംഗപ്പൂരിലാണുള്ളത്. അത് കേട്ട് ജോബ് തരിച്ചിരുന്നു. സൈമനെ ഇവിടെ വരുത്തണം. അതിനുള്ള പദ്ധതിയൊക്കെ എന്റെ കയ്യിലുണ്ട്. എങ്കിൽ ഞാൻ ആദ്യം കാണുന്നത് റോബർട്ടിനെ തന്നെ ആകട്ടെ. കണക്കുകൾ അവനിൽ നിന്നും തുടങ്ങാം. അപ്പോൾ മൂർത്തിയുടെ ഒരാൾ അങ്ങോട്ട് വന്നു. എന്താ നാസർ? മൂർത്തി തിരക്കി. സാബ്, ഇന്ന് രാത്രി കറിയ ചൂളക്കാടനുള്ള കള്ളക്കടത്ത് സാധനങ്ങളുമായി ഒരു ബോട്ട് കടപ്പുറത്ത് വരുന്നുണ്ട്. ശശാങ്ക തന്ന ഇൻഫർമേഷൻ ആണ്. എങ്കിൽ അത് അവന്റെ കയ്യിൽ എത്തരുത്, അറിയാമല്ലോ. നാസർ പോയിക്കോ. മൂർത്തിയുടെ കണ്ണുകൾ ചെറുതായി. ശരി സാബ്, ഞാൻ ചതുരംഗം തുടങ്ങിക്കഴിഞ്ഞു ജോബ്. അവനെ മാനസികവും ശാരീരികവുമായി തളർത്തി ഞാൻ മുന്നേറും. ചെക്ക് പറയുന്നത് ഞാനായിരിക്കും. അപ്പോൾ മൂർത്തിയുടെ കണ്ണുകളിൽ വന്യമായ പക ഉറഞ്ഞുകൂടുന്നത് ജോബ് കണ്ടു. ഏതായാലും ഈ പകൽ കൂടി ജോബ് വിശ്രമിക്കുക. എന്റെ ആളുകൾ റോബർട്ടിന്റെ വീട്ടിൽ കയറി പറ്റുന്നതിനെ കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കട്ടെ. അവരുടെ സഹായവും ജോബിനുണ്ടായിരിക്കും. രാത്രി കടപ്പുറം വിജനമായിരുന്നു. മങ്ങിയ നിലാവിൽ തിലമാലകൾ പാലലകൾ പോലെ തിളങ്ങി. ഇടയ്ക്ക് നേരിയ പിശറം കാറ്റ് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. മങ്ങിയ നിലാവിൽ ഒരു മറ്റഡോർ വാൻ ലൈറ്റ് ഇല്ലാതെ കടപ്പുറത്തിന് വടക്ക് ഭാഗത്തെ വളഞ്ഞ തെങ്ങിൻ ചുവട്ടിൽ വന്നു നിന്നു. ചൂളക്കാടന്റെ ആളുകളായിരുന്നു വാനിൽ. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു സ്പീഡ് ബോട്ടിന്റെ ഇരമ്പൽ അവരുടെ കർണപുടങ്ങളിൽ വന്നലച്ചു. സാവധാനത്തിൽ ആ ബോട്ട് കരയോടടുത്തു. അതിൽ നിന്നും ഒരു ലൈറ്റ് 2 പ്രാവശ്യം മിന്നിയണഞ്ഞു. വാനിൽ നിന്നും ഒരു സിഗർ ലൈറ്റ് ഒരു പ്രാവശ്യം മറിച്ചു. വരൂ, വാനിൽ ഡ്രൈവർ സീറ്റിൽ ഇരുന്നവർ പിന്നിലിരുന്നവരോട് പറഞ്ഞു. അവർ ഡോർ തുറന്ന് പുറത്തിറങ്ങി. വാസു വണ്ടിയിലിരുന്നാ മതി, പൊക്കം കുറഞ്ഞ ആളോട് ഡ്രൈവർ പറഞ്ഞു. അവർ 4 പേരുണ്ടായിരുന്നു. ആ 4 പേരും ബോട്ടിനടുത്തെത്തി. ബോട്ടിൽ നിന്നും ചില കടലാസ് പെട്ടികൾ കരയിലേക്ക് ഇറക്കിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇരുവശത്തും ലൈറ്റുകൾ തെന്നു. ആരും അനങ്ങരുത്, CI ശ്യാം പ്രസാദ് അലറി. കസ്റ്റംസ് ഇൻസ്പെക്ടർ ഗഫൂറും സംഘവും അവരെ വളഞ്ഞു. പെട്ടെന്ന് ഒരു ഇടിവാൾ പോലെ ബോട്ട് കുതിച്ചു പാഞ്ഞു. കടലിൽ കാത്തുകിടന്നിരുന്ന കസ്റ്റംസ് ബോട്ട് അതിനെ പിന്തുടർന്നെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. ചൂളക്കാടന്റെ ആളുകൾ ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് വലയത്തിൽ നിന്ന് അവർക്ക് പുറത്തു കടക്കാനായില്ല. കറിയാച്ച മുതലാളിയുടെ ആളുകളെ പോലീസ് പിടികൂടി. ഗഫൂറും സംഘവും കടലാസ് പാക്കറ്റുകൾ തുറന്നു നോക്കി. കോടികൾ വിലമതിക്കുന്ന ബ്രൗൺ ഷുഗർ. കറിയ ചൂളക്കാടന്റെ സ്വകാര്യ ടെലിഫോൺ ശബ്ദിച്ചു. റീത്തയാണ് ഫോൺ എടുത്തത്. അച്ചായനുണ്ട്, കൊടുക്കാം, അവൾ പറഞ്ഞു. എന്നിട്ട് കറിയാച്ചനെ വിളിച്ചു. അച്ചായ, അച്ചായനാ ഫോൺ. ചില കണക്കുകൾ നോക്കിക്കൊണ്ടിരിക്കുന്ന കറിയാച്ചൻ വന്ന് റിസീവർ വാങ്ങി. ഫോണിലൂടെ വന്ന ആ വാർത്ത കേട്ട് കറിയ ചൂളക്കാടൻ അസ്തപ്രജ്ഞനായി നിന്നുപോയി. ആരാണ് കസ്റ്റംസ് നോറ്റിയത്? ലക്ഷങ്ങളല്ല, കോടികളാണ് അവർ പിടിച്ചെടുത്തത്. കറിയാച്ചൻ തലയ്ക്ക് കൈയും കൊടുത്തിരുന്നു പോയി. CI ശ്യാംപ്രസാദാണ് വിളിച്ചത്. കറിയാച്ചന്റെ വിരൽ ഫോണിന്റെ ഏതൊക്കെയോ നമ്പറുകളിൽ അമർന്നു. എല്ലാം ഉന്നതന്മാരുടെ നമ്പറുകളായിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കകം കറിയാച്ചന്റെ ഫോൺ വീണ്ടും കരഞ്ഞു. ഹലോ,
ചൂളക്കാടനല്ലേ? പരിഹാസം നിറഞ്ഞ ഒരു സ്വരം കാതിലേക്ക് അലച്ചെത്തി. കോടികൾ നഷ്ടപ്പെട്ടു അല്ലേ? സാരമില്ല, നഷ്ടങ്ങളുടെ കണക്കുകൾ ആരംഭിച്ചിട്ടേയുള്ളൂ. മനസ്സിലായില്ല അല്ലേ? താമസിയാതെ മനസ്സിലാകും. ഞാൻ മൂർത്തി, ഡോക്ടർ മൂർത്തി. ഇപ്പോ ഡെവിൾ, മരണമില്ലാത്ത പിശാച്. ലൈൻ ഡിസ്കണക്ട് ആയി. ഇടിവെട്ടിയതുപോലെ കറിയാച്ചൻ മലച്ചുപോയി. ചൂളക്കാടൻ റോബർട്ടുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എങ്ങനെയാണോ ആ ബാസ്റ്റാർഡ് വിവരം ചോർത്തിയത് ഡാഡി? ഡോക്ടർ റോബർട്ട് കറിയാച്ചന്റെ മുഖത്തേക്ക് നോക്കി. എനിക്കറിയാമേല, കോടികളാ അവൻ കാരണം നഷ്ടപ്പെട്ടത്. രണ്ടും കൽപ്പിച്ചാണ് അവന്റെ നിലപാട്. തന്റെ മനോധൈര്യമെല്ലാം ചോർന്നു പോയതുപോലെ കറിയാച്ചന് തോന്നി. ആ ജോബിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ഡാഡി? ഉള്ളിലുള്ള പരിഭ്രമം മറച്ചുവെച്ച് റോബർട്ട് ചോദിച്ചു. പോലീസ് വലവിരിച്ച് കാത്തിരിക്കുകയാണ്. ഇതുവരെ അവൻ വലയിൽ കുടുങ്ങിയിട്ടില്ല, പുച്ഛത്തോടെ കറിയാച്ചൻ പറഞ്ഞു. അവന്റെ പിന്നിൽ മൂർത്തിയാണെങ്കിൽ ഒരു പോലീസിന് അവനെ തൊടാൻ കിട്ടില്ല. മോള് അവൻ ചാടിയ വിവരം അറിഞ്ഞോ? അറിഞ്ഞു രാണി, ടിവിയിൽ കാണിച്ചിരുന്നല്ലോ. എപ്പോഴാ അവൻ എന്നെ തേടി വരുന്നതെന്നാ എന്റെ പേടി. നീ പേടിക്കണ്ട, പോലീസിന്റെ കണ്ണു പറ്റിച്ച് അവൻ തൽക്കാലം എങ്ങും പോകില്ല. ആ സമയത്ത് ഒരു പോലീസ് ജീപ്പ് പവിഴക്കൊട്ടാരത്തിന്റെ പോർച്ചിൽ വന്ന് ബ്രേക്ക് ചെയ്തു. സർക്കിൾ ഇൻസ്പെക്ടർ ശ്യാം പ്രസാദ് ജീപ്പിൽ നിന്നിറങ്ങി കറിയാച്ചനും റോബർട്ടിനും അടുത്തേക്ക് ചെന്നു. എന്താ രാവിലെ അമ്മായപ്പനും മരുമകനും തമ്മിൽ ഒരു രഹസ്യം? ചിരിച്ചുകൊണ്ട് സിഐ തിരക്കി. ശ്യാമേ ഇരിക്ക്. ശ്യാമ കറിയാച്ചനടുത്തായിരുന്നു. അവനെ കുറിച്ച് എന്തെങ്കിലും വിവരം? റോബർട്ട് ചോദിച്ചു. ഇതുവരെ ഒന്നുമില്ല. അവന് ഈ നഗരം വിട്ടു പോയിട്ടുണ്ടെന്നാ ഞങ്ങളുടെ സംശയം. അന്വേഷിക്കുന്നുണ്ട്. മണ്ണാകട്ട, താനൊക്കെ പിന്നെ എന്തിനാടോ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് നടക്കുന്നത്? ഈ പണി പറ്റില്ലെങ്കിൽ ഇത് അയച്ചു വെച്ചിട്ട് പോയി ചേരക്കടോ. കറിയാച്ചൻ പൊട്ടിത്തെറിച്ചു. അതിപ്പോ ശ്യാം പരുങ്ങി. ശ്യാം സാറ് മാത്രം വിചാരിച്ച നടക്കുന്ന കാര്യമാണോ അത്? കാപ്പിയുമായി വന്ന റീത്ത ശ്യാമിനെ ചാരി പറഞ്ഞു. അതെ, ഞാൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും മുതലാളി? ശ്യാം ഒരു ലിബിച്ചിരി ചിരിച്ചു. ഇതിനൊന്നും പറഞ്ഞേ. നോട്ടുകെട്ടുകൾ എണ്ണി മേടിക്കുമ്പോ ഇതൊന്നും ഓർത്തില്ലേ? തനിക്കറിയില്ല അവനെ രക്ഷപ്പെടുത്തിയ മൂർത്തി ആരാണെന്ന്. അവൻ എനിക്ക് എത്ര കോടികളാ നഷ്ടം വരുത്തിയതെന്ന് അറിയാമോ? അതിരിക്കട്ടെ, ആരാ മുതലാളി ഈ മൂർത്തി? തന്റെ അമ്മയുടെ നായര്. അറിഞ്ഞാ താൻ അവന്റെ മീശ പറിക്കുവോ? കറിയാച്ചൻ കലിതുള്ളി. ദേഷ്യം മുഴുവൻ ശ്യാമിനോട് തീർത്തു. റോബർട്ട് കാപ്പി സാവധാനം കുടിച്ചുകൊണ്ട് ഡാഡി പറയുന്നത് ശരിയാണെന്ന മട്ടിലിരുന്നു. തനിക്കൊന്നും ജോബിനെ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ വേറെ ആളെ നോക്കും. മറ്റേ ഡിപ്പാർട്ട്മെന്റിലും ആളുണ്ടേ. വേണ്ടി വന്ന CBI വരെ ഞാൻ പോവും. എന്റെ ഭാര്യയെയാ അവൻ കൊന്നത്. എനിക്കത് സഹിക്കാൻ പറ്റില്ല. അറിയാലോ തനിക്ക്. മുതലാളി ചൂടാകാതെ, ഞങ്ങൾ എത്രയും പെട്ടെന്ന് അവനെ പൂക്കും. അത്ര മോശക്കാരൊന്നുമില്ല ഡിപ്പാർട്ട്മെന്റിലുള്ളത്. ഡിപ്പാർട്ട്മെന്റിലുള്ളവരെ കുറിച്ച് പറയാതിരിക്കുക നല്ലത്. ഞാൻ ഇറങ്ങട്ടെ മുതലാളി. ആ ശ്യാമേ, എന്റെ പിള്ളേരൊന്നും ചെയ്തേക്കരുത്. കുറച്ചു കഴിയുമ്പോ SP വിളിക്കും. കേസ് ചാർജ് ചെയ്യണ്ട, കേട്ടല്ലോ? റീത്തെ, അതിങ്ങടുത്തെ. റീത്ത സേഫിൽ നിന്നും 100-ന്റെ ഒരു കെട്ട് നോട്ടെടുത്ത് കൊണ്ടുവന്നു. സാറിന് കൊടുക്ക്. ശ്യാം നോട്ട് കെട്ട് വാങ്ങി പാൻസിന്റെ പോക്കറ്റിൽ തിരികെ. എന്നിട്ട് റീത്തയുടെ കവിളിൽ ഒന്ന് തലോടി. അത് കാണാത്ത മട്ടിൽ കറിയാച്ചൻ അകത്തേക്ക് പോയി. കാശിന് കൊള്ളാത്തവന്മാര്. പെറുപെറുത്തുകൊണ്ട് കറിയാച്ചൻ റോബർട്ടിന്റെ അടുത്ത് പോയിരുന്നു. ജോബ് നഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കാണുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന് മറുപടി പറയാതെ മുതലാളി ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിൽ വെച്ച് അതിന്റെ തുമ്പിൽ ലൈറ്റർ ഉരച്ചു മുട്ടിച്ചു. അച്ചായ, ആന വന്നിട്ടുണ്ട്, റീത്ത വന്ന് പറഞ്ഞു. അവനോട് വരാൻ പറ. റീത്ത പോയി കഴിഞ്ഞ് ആന ബേബി വന്നു. എന്താടാ, പോയ കാര്യം എന്തായി? അവന്മാരെ കുറിച്ച് ഒരു വിവരവുമില്ല മുതലാളി. കരടിയും സംഘവും അന്വേഷിച്ചു പോയിട്ടുണ്ട്. ഇത് പറയാനാണോ നീ ഇത്ര വിഷമിച്ചു വന്നത്? മൂക്കുമുട്ട തിന്നാ കൊള്ളാം ശവങ്ങള്. പോടാ. ഇനി നിന്നാൽ 2 പൊട്ടിയിലും കിട്ടുമെന്ന് തോന്നിയ ആനബേബി സ്ഥലം വിട്ടു. അപ്പോൾ ജോബും മൂർത്തിയും എവിടെയാണെന്ന് തിരക്കിറങ്ങിയ കരടിമാത്തനും സംഘവും ചൂളക്കാടന്റെ ആനറാഞ്ചി എസ്റ്റേറ്റ് ബംഗ്ലാവിൽ വിശ്രമിക്കുകയായിരുന്നു. പോത്തിറച്ചി ചവച്ചിറക്കുന്നതിനിടയിൽ മാത്തം പറഞ്ഞു. എടാ നരന്തേ, ഇങ്ങോട്ട് ഊറ്റടാ. വാറ്റുചാരായ കുപ്പിയുടെ കോർക്ക് കടിച്ചൂരി നരന്തു നാരായണൻ ഗ്ലാസ്സിലേക്ക് പകർന്നു. ചാരായ ഗ്ലാസ് ഒറ്റ വലിക്ക് കാലിയാക്കി ഉറയ്ക്കാത്ത കാലടികളോടെ കരടി എണീറ്റു. എടാ നരന്തേ, മുതലാളിയോട് ചെന്ന് എന്ത് പറയും? ആ ജോബിനെ കണ്ടില്ലെന്ന് പറഞ്ഞാ നമ്മെ ബാക്കി വെച്ചേക്കില്ല.
അയാളോട് പോകാൻ പറയടാ. തലയ്ക്ക് ലഹരി ബാധിച്ച് നരന്ത് പറഞ്ഞു. അതും പറഞ്ഞോണ്ട് അങ്ങ് ചെന്നാ മതി, അപ്പൊ കാണാം. ആനെ കണ്ടില്ലല്ലോ, അവൻ എവിടെ പോയി മണത്തോണ്ടിരിക്കുക. ഫോൺ ശബ്ദിച്ചു. റൈറ്റർ പിള്ള റിസീവർ എടുത്തു. സാറേ, മുതലാളിയാ. മൗത്ത് പീസ് പൊത്തിക്കൊണ്ട് പിള്ള പറഞ്ഞു. റിസീവർ കരടി വാങ്ങി. ഹലോ. ആ ആ വരുന്നു മുതലാളി. അത് പറഞ്ഞ് റിസീവർ പിള്ളയുടെ കയ്യിൽ കൊടുത്തു. കരടി, മുതലാളി എന്താ പറഞ്ഞത്? അരന്ത് ചോദിച്ചു. വേഗം അങ്ങോട്ട് ചെല്ലാൻ. മാത്തനും നാരായണനും പുറത്തിട്ടിരിക്കുന്ന ജീപ്പിൽ ചെന്ന് കയറി. ഒരു മൂളലോടെ ആ പെട്രോൾ ജീപ്പ് മുമ്പോട്ട് കുതിച്ചു. ജീവനോടെ ആളെത്തിയാൽ ഭാഗ്യം. പിള്ള പെറുപിറുത്തു. അവന്റെ ജീവിതത്തിലെ ആദ്യത്തെ തിരിച്ചടികൾ അവന് വരാൻ പോകുന്നതേയുള്ളൂ. ലാഭത്തിന്റെ കണക്കുകളായിരുന്നു ഇത്രയും നാൾ. ഇനി അത് നഷ്ടത്തിൻ്റെതായി മാറും. നോവിച്ചുവിട്ട മൂർഖനെ പോലെ ഡോക്ടർ മൂർത്തി ചീറി. ജോബ്, റോബർട്ടിനെ കുറിച്ച് എല്ലാ വിവരങ്ങളും എന്റെ കുട്ടികൾ ശേഖരിച്ചു കഴിഞ്ഞു. അവൻ പട്ടണത്തിലുള്ള ഒരു ബംഗ്ലാവിലാണ് താമസം. ഭാര്യയും 3 വയസ്സുള്ള കുട്ടിയും അവന്റെ ഒപ്പമുണ്ട്. 2 ദിവസമായി അവൻ ചൂളക്കാടന്റെ വീട്ടിലായിരുന്നു. ഇന്ന് അവന്റെ വീട്ടിലുണ്ട്. ഭദ്ര, മൂർത്തി വിളിച്ചു. ഭദ്രനെത്തി. പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ, വാനിൽ നിങ്ങൾ 4 പേരുണ്ടായിരിക്കണം. നാസറും പീറ്ററും ബഷീറും നീയും. ജോബ് തനിച്ച് ബംഗ്ലാവിലേക്ക് പോവും. എന്തെങ്കിലും കുഴപ്പം സംഭവിച്ചാൽ നിങ്ങൾ ജോബിന്റെ രക്ഷയ്ക്കെത്തണം. അവൻ തലകുലുക്കി. ജീൻസ് ഷർട്ടുമായിരുന്നു ജോബിന്റെ വേഷം. മൂർത്തി നൽകിയ ആധുനിക പിസ്റ്റൾ അയാൾ ജീൻസിന്റെ ഉൾപോക്കറ്റിൽ തിരുകി. ഇരുളിൽ ആ മാലതിവാൻ കുതിച്ചു. സുമിത്ര പരിഭ്രമത്തോടെ ഇരിക്കുകയായിരുന്നു. SP തിലകൻ ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. ദൈവമേ, ആ ജോബ് ഡിസൂസ എങ്ങാനും. സുമിത്രയ്ക്ക് അത് ഓർക്കാനേ കഴിയില്ലായിരുന്നു. മഞ്ജു എന്തോ പഠിക്കാനുള്ളത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സുമിത്ര തിലകൻ ദമ്പതികൾക്ക് ആ 17കാരി മാത്രമേ ആണായിട്ടും പെണ്ണായിട്ടും ഉള്ളൂ. മഞ്ജു പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിന് നഗരത്തിലെ വനിതാ കോളേജിലാണ് പഠിക്കുന്നത്. പഠിത്തത്തിലും കലാരംഗത്തിലും അവൾ ഒന്നാമതാണ്. നേരെ ഇത്രയായിട്ടും ഡാഡിയെ കണ്ടില്ലല്ലോ മോളെ. ആദിയോടെ സുമിത്ര പറഞ്ഞു. ഡാഡി ചിലപ്പോ കറിയാച്ചനങ്ങളുടെ വീട്ടിൽ പോയി കാണും. ഞാനൊന്ന് വിളിക്കാം. മഞ്ജു ഫോൺ എടുത്തതും ജീപ്പിന്റെ ശബ്ദം കേട്ടു. ഡാഡിയാണെന്ന് തോന്നുന്നു. ഹെഡ്ലൈറ്റിന്റെ പ്രകാശം ജനൽ ഗ്ലാസിലൂടെ അകത്തേക്ക് വീണു. സുമിത്ര വാതിൽ തുറന്നു. പോർച്ചിൽ കിടക്കുന്ന കാറിനടുത്തായി ജീപ്പ് നിർത്തി തിലകൻ ഇറങ്ങി. ഹോ, പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഇവിടെ ഒരാള് തീ തിന്നിരിപ്പുണ്ടെന്ന വിവരം നിങ്ങൾ ഓർത്തോ? കൃത്രിമ ഗൗരവത്തോടെ സുമിത്ര പറഞ്ഞു. നിന്നോട് തീ തിന്ന ആരെങ്കിലും പറഞ്ഞോ? ചിരിച്ചുകൊണ്ട് കെയിനും ക്യാപ്പും സുമിത്രയുടെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് തോളിലൂടെ കൈയിട്ട് തന്റെ ശരീരത്തോട് ചേർത്ത് നിർത്തി. മോളുറങ്ങിയിട്ടില്ല. അകന്നു മാറിക്കൊണ്ട് സുമിത്ര പറഞ്ഞു. എന്താ ഇത്ര വൈകിയത്? ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നു. ജോബിന് പിടിക്കാൻ പറ്റാത്ത ഡിപ്പാർട്ട്മെന്റിന്റെ കഴിവുകേടിനെ ഹോം മിനിസ്റ്റർ ചോദ്യം ചെയ്തു. അയാളോട് പോയി പിടിക്കാൻ പറ. ആ, ഡ്രസ്സ് മാറുമ്പോഴേക്കും ഞാൻ ഊണെടുത്ത് വെക്കാം. അതും പറഞ്ഞ് സുമിത്ര ക്യാപ്പും കെയിനും മേശപ്പുറത്ത് വെച്ച് അടുക്കളയിലേക്ക് പോയി. മോളെ, നന്നായി പഠിക്കുന്നുണ്ടോ? മഞ്ജുവിന്റെ കവളിൽ തട്ടിക്കൊണ്ട് തിലകൻ തിരക്കി. ഉണ്ട് ഡാഡി. ആ ഡാഡി, എവിടെ ചോക്ലേറ്റ്? ഓ, മറന്നു. അയാൾ പാൻസിന്റെ പോക്കറ്റിൽ നിന്നും ചോക്ലേറ്റ് എടുത്തു കൊടുത്തു. ഡാഡി മോളെ കൊഞ്ചിച്ച് വഷളാക്കി. കെട്ടിക്കാൻ പ്രായമായ പെണ്ണിനാ കൊച്ചുകുട്ടികളെ പോലെ ചോക്ലേറ്റ് വാങ്ങിക്കൊടുക്കുന്നത്. എടി, അവൾ എത്ര വലുതായാലും എനിക്ക് ചെല്ലക്കുട്ടിയാ, ഇല്ല മോളെ? ഊണ് കഴിഞ്ഞ് സിറ്റ് ഔട്ടിൽ സിഗരറ്റും വലിച്ചുകൊണ്ട് ചിന്താമഗ്നനായി ഇരിക്കുകയായിരുന്നു തിലകൻ. അപ്പോഴാണ് കറിയാച്ചന്റെ ഫോൺ വന്നത്. എന്താടോ തിലക, തനി വഴിയൊക്കെ മറന്നോ? തന്റെ സ്വരമെങ്കിലും കേട്ടാൽ എനിക്കൊരു സമാധാനം ഉണ്ടായിരുന്നു. എന്താ മുതലാളി ഇത്? കോൺഫറൻസും കാര്യങ്ങളുമായി തിരക്കിലാണ്. മേലെന്നുള്ള തെറിവിളി വേറെയും. അതിനിടയ്ക്ക് സമയം കിട്ടണ്ടേ, അതുകൊണ്ടാ. എങ്കിൽ താൻ രാവിലെ ഒന്ന് ഇതുവഴി വാ, കുറച്ച് സംസാരിക്കണം. ആ, എന്റെ പിള്ളേരെ വിട്ടേക്കണം. ശ്യാമിനോട് പറഞ്ഞിട്ടുണ്ട്. തനിക്കുള്ളത് താൻ വന്ന് വാങ്ങിച്ചോ. ശരി മുതലാളി. ആരായിരുന്നു? ആ ചൂളക്കാടനല്ലേ? സാരിയിൽ കൈ തുടച്ചു കൊണ്ടുവന്ന സുമിത്ര തിലകനടുത്തിരുന്നിട്ട് ചോദിച്ചു. അതെ. നിങ്ങളെ അയാളോട് കമ്പനി കൂടുന്നത് നല്ലതല്ല. ആ ജോബിനെ കേസിൽ കുടുക്കിയപ്പോഴും ഞാൻ ഇത് തന്നെ പറഞ്ഞതാ. നീ എന്തൊക്കെയാണോ സംഭവിക്കുക? എന്റെ ഗുരുവായൂരപ്പ. സുമിത്രേ, നീ എന്നെപ്പറ്റി എന്താ കരുതിയത്? അന്ന് അയാൾ തന്ന പണം കൊണ്ടാ ഈ ബംഗ്ലാവ് വാങ്ങിയതെന്ന കാര്യം നീ എന്താ ഓർക്കാത്തത്? തിന്ന ചോറിന് നന്ദി കാണിക്കുന്നവനാ ഞാൻ. നമുക്ക് വളർന്നു വരുന്ന ഒരു മോളുണ്ട്.
ആ കാര്യം നിങ്ങൾ മറക്കാതിരുന്നാ മതി. ദേഷ്യത്തോടെ സുമിത്ര അകത്തേക്ക് പോയി. തിലകനും ഉള്ളിൽ ഭയമില്ലാതെ ഇല്ല. അതുകൊണ്ടാണ് ഖറിയാച്ചനെ കാണാൻ തന്നെ പോകാത്തത്. ഏത് നിമിഷത്തിലാണ് ജോബ് മുന്നിൽപ്പെടുന്നതെന്ന് അറിയില്ല. അവൻ അകത്താകുന്നതുവരെ തനിക്ക് ഉറക്കമില്ല. വലിച്ചുകൊണ്ടിരുന്ന സിഗരറ്റ് ആഷ്ട്രയിൽ കുത്തിക്കെടുത്തി SP തിലകൻ എണീറ്റു. ഉറക്കം വരാതെ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാത്തുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. ഖറിയാച്ച മുതലാളി. ഡെമോക്ലീസിന്റെ വാള് പോലെ തലയ്ക്ക് മുകളിൽ തൂങ്ങിക്കിടക്കുകയാണ് ജോബ്. ഏതു നിമിഷവും അത് പൊട്ടി വീഴാം. മുതലാളി ആകെ വിയർത്തു കുടിച്ചിരുന്നു. റീത്തേ! ആ വിളിക്ക് മുമ്പ് തന്നെ അവൾ എണീറ്റിരുന്നു. എന്താ ചായ? ഉറക്കം വരുന്നില്ലേ? വേണ്ട ചായ, പാതിരാത്രിക്ക് ഇത് എന്നാ കൂത്ത്? എടി മോളെ, പറഞ്ഞതനുസരിച്ചാ മതി. എന്നെ ഭരിക്കാൻ നീ എന്റെ ഭാര്യയൊന്നുമല്ല. ആ കാര്യം മറക്കാതിരുന്നാ മതി. ഓ! പെട്ടെന്ന് തന്നെ റീത്ത മദ്യക്കുപ്പിയും ഗ്ലാസും ഐസ് ക്യൂബുകളും എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ഒഴിച്ചതാടി. മുതലാളി പറഞ്ഞത് അപ്പാടെ അവൾ അനുസരിച്ചു. ഗേറ്റിൽ ആരെങ്കിലും കാവലുണ്ടാകുമെന്നാണ് അങ്കിൾ പറഞ്ഞത്. ജോബ് ഡിസൂസ ഭദ്രനോട് പറഞ്ഞു. എങ്കിൽ അവന്റെ കാര്യം ഞങ്ങൾ ഏറ്റു. നഗരം ഉറക്കത്തിന്റെ ആലസ്യത്തിൽ അമർന്നു കിടക്കുകയായിരുന്നു. മാനത്ത് മഴക്കാറുണ്ടായിരുന്നു. മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നു, പീറ്റർ പറഞ്ഞു. ഒടുവിൽ അവരുടെ ലക്ഷ്യം അടുത്തു വന്നു. ഡോക്ടർ റോബർട്ടിന്റെ വീടിന് 200 വാര അകലെ വാൻ നിർത്തി. ഗേറ്റിൽ കാവൽക്കാർ ഉണ്ടായിരുന്നില്ല. ജോബ് ഡിസൂസ വാനിൽ നിന്നിറങ്ങി ചുറ്റുപാടും കണ്ണോടിച്ചു. പെട്ടെന്ന് ചരൽക്കല്ല് വാരി എറിഞ്ഞതുപോലെ മഴ പെയ്യാൻ ആരംഭിച്ചു. വേഗം! വാനിൽ നിന്നുകൊണ്ട് ഭദ്രം മന്ത്രിച്ചു. എന്തിനും അനുകൂലമായ അന്തരീക്ഷം. ജോബ് മതിൽ ചാടിക്കടന്ന് വീടിന്റെ പിന്നിലെത്തി. എന്നിട്ട് വാട്ടർ പൈപ്പിലൂടെ ഒരു സർക്കസുകാരനെ പോലെ പിടിച്ചു കയറി ടെറസിൽ ഇറങ്ങി. മൂർത്തി നൽകിയ ഒരു താക്കോൽ വാതിലിന്റെ പൂട്ടിലിട്ട് തിരിച്ചപ്പോൾ വാതിൽ തുറന്നു. ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് സ്റ്റെപ്പുകൾ ഇറങ്ങി അയാൾ സ്വീകരണ മുറിയിലെത്തി. അപ്പോൾ പുറത്ത് കോരിച്ചൊരിയുന്ന മഴയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇടിമിന്നലും. അടുത്ത മുറിയായിരിക്കണം ബെഡ്റൂം എന്ന് ജോബിന് തോന്നി. അവൻ റിവോൾവർ എടുത്ത് വലതു കൈയിൽ പിടിച്ചു. എന്നിട്ട് വാതിലിന്റെ ഹാൻഡിൽ തിരിച്ചു. അത് അകത്തു നിന്നും കൊളുത്തിട്ടിരുന്നില്ല. വാതിൽ തുറന്നു. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് റോബർട്ട് ഞെട്ടിയുണർന്നു. എന്നിട്ട് ലൈറ്റിന്റെ സ്വിച്ചിൽ വിരലമർത്തി. മുറിക്കുള്ളിൽ വെളിച്ചം പരന്നു. കയ്യിൽ തോക്കുമായി ജോബ് ഡിസൂസയെ കണ്ട റോബർട്ട് പ്രേതത്തെ കണ്ടതുപോലെ ഞെട്ടി. നീ? റോബർട്ട് വിറച്ചു. മനസ്സിലായില്ല അല്ലേ? മനസ്സിലാക്കി തരാം. നീയൊക്കെ പിച്ചി ചീന്തിയ ഒരു പാവം പെണ്ണിന്റെ സഹോദരൻ. നീയൊക്കെ കാരണം ഇരുമ്പഴിക്കുള്ളിൽ ജീവിതം ഹോമിച്ച ഒരു നിരപരാധി. ഇനി നീ രക്ഷപ്പെടില്ല. നിന്നെയൊക്കെ വെറുതെ വിട്ടാ എന്റെ പ്രിൻസിമോളുടെ ആത്മാവ് പോലും പൊറുക്കില്ല. എന്നെ കൊല്ലരുത്, ഞാൻ നിരപരാധിയാണ്. എന്റെ മോൾ! തുടർന്ന് പറയാനാവാതെ റോബർട്ടിന്റെ തൊണ്ടയിടറി. കണ്ണുകൾ നിറഞ്ഞു. മരണത്തിന്റെ തണുത്ത സ്പർശനം അയാൾ അറിഞ്ഞു. നിനക്ക് മാപ്പില്ല. ജോബിന്റെ വിരൽ റിവോൾവറിന്റെ ട്രിഗറിൽ അമരുകയായിരുന്നു. തോക്കിന്റെ സിലിണ്ടർ തിരിഞ്ഞു. ജോബിച്ച, എന്റെ പൊന്നുമോളുടെ പപ്പയെ കൊല്ലരുതേ! മുള ചീന്തും പോലെ ഒരു പൊട്ടിക്കരച്ചിൽ. ജോബ് ഞെട്ടിത്തിരിഞ്ഞു. അയാൾക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പിന്നിൽ ലിസി. ഒരിക്കൽ തന്റേതു മാത്രമായിരുന്ന തന്റെ പ്രിയപ്പെട്ട ലിസി. പുറത്ത് ശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു. വാനിലിരുന്നവർ അകത്ത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ വിഷമിച്ചു. ഒരിക്കലും ലിസി ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഇങ്ങനെ ഒരു ഭർത്താവ് നിനക്കില്ലാത്തതാണ് നല്ലത്. നിനക്ക് അല്പം കൂടി ആയുസ് നീട്ടി തന്നിരിക്കുന്നു. വെറുതെ വിടുമെന്ന് കരുതണ്ട, റോബർട്ടിനോട് ജോബ് പറഞ്ഞു. ഈ സമയം റോബർട്ട് തന്ത്രപൂർവ്വം ഫോണിനടുത്തെത്തി പോലീസ് സ്റ്റേഷനിലേക്ക് ഡയൽ ചെയ്യാൻ ശ്രമിച്ചു. ലൈൻ മുറിച്ചു കളഞ്ഞു. വെറുതെ മെനക്കെടണ്ട. അയാൾ ഭയത്തോടെ തിരിഞ്ഞു നിന്നു. പിന്നിൽ ജോബ്. വീണ്ടും കാണാം. വാതിൽ തുറന്ന് പുറത്തെ മഴയിൽ ജോബ് ഡിസൂസ മറയുന്നത് നിസ്സഹായതയോടെ റോബർട്ട് നോക്കി നിന്നു. വാനിൽ നിന്നും ഭദ്രൻ ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് ജോബ് മഴ നനഞ്ഞ് ഓടി വന്നത്. തീർത്തോ? ഡോർ തുറന്നുകൊണ്ട് ഭദ്രൻ തിരക്കി. ഇല്ല. മുടിയിലെ വെള്ളം കുടഞ്ഞു കളഞ്ഞുകൊണ്ട് ജോബ് പറഞ്ഞു. എന്തു പറ്റി? കൊല്ലാൻ പറ്റിയില്ല. അവിടെ ലിസി ഉണ്ടായിരുന്നു. അതാരാണ്? എനിക്ക് വേണ്ടപ്പെട്ട ഒരാളായിരുന്നു. ഭദ്രൻ വാൻ മുമ്പോട്ടെടുത്തു. റോഡിൽ നിറഞ്ഞ വെള്ളം വകഞ്ഞു മാറ്റിക്കൊണ്ട് അത് പാഞ്ഞുപോയി. മഴയുടെ ശക്തി അല്പം കുറഞ്ഞിരുന്നു. അപ്പോഴും വാൻ ഓടുകയായിരുന്നു. നേരം പുലരാൻ അധിക സമയമില്ലെന്ന് ജോബിന് മനസ്സിലായി. അവൻ കണ്ണുകൾ അടച്ചുകൊണ്ട് സീറ്റിലേക്ക് ചാരിക്കിടന്നു. ആനറഞ്ചി എസ്റ്റേറ്റ്.
മൊട്ടക്കുന്നുകൾക്ക് മുകളിൽ പച്ച പുതച്ച തേയിലത്തോട്ടം. എസ്റ്റേറ്റിലേക്കുള്ള ചെമ്മൺ പാതയിൽ പോക്കുവേൽ വീണു കിടക്കുന്നു. പൊടിപടലങ്ങൾ പടർത്തിക്കൊണ്ട് ഒരു ജീപ്പ് വന്ന് എസ്റ്റേറ്റിലുള്ള പഴയ ബംഗ്ലാവിന് മുമ്പിൽ ബ്രേക്ക് ചെയ്തു. ജീപ്പിന്റെ ശബ്ദം കേട്ടപ്പോൾ ആ ബംഗ്ലാവിലുള്ളവർ പുറത്തേക്ക് വന്നു. ജീപ്പിൽ നിന്നും ഫോറസ്റ്റർ ഡിസൂസയും 5-8 ഗാർഡുകൾ ഇറങ്ങി. എന്താണ് സർ? ഒരുത്തൻ ഫോറസ്റ്ററോട് തിരക്കി. ഈ എസ്റ്റേറ്റിൽ അനധികൃതമായി കഞ്ചാവ് കൃഷിയുണ്ടെന്ന് ഞങ്ങൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. അതെവിടെയാണെന്ന് മര്യാദയ്ക്ക് പറയുന്നതാണ് നല്ലത്. സർ, ഇവിടെ അങ്ങനെ ഒരു കൃഷിയില്ല. താങ്കളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. ഈ എസ്റ്റേറ്റ് ചൂളക്കാടൻ മുതലാളിയുടേതാണെന്ന് അറിയാമല്ലോ. ഏത് മുതലാളിയുടേതാണെങ്കിലും വേണ്ടില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ല മിസ്റ്റർ. തേയിലച്ചെടികൾക്കിടയിൽ രഹസ്യമായി വളർത്തിയ ലക്ഷങ്ങൾ വില വരുന്ന കഞ്ചാവ് തോട്ടം ഫോറസ്റ്റ് ഡിസൂസിയും സംഘവും വെട്ടി നശിപ്പിച്ചു. എന്നിട്ട് അത് കൂട്ടിയിട്ട് തീ കൊടുത്തു. പച്ചക്കഞ്ചാവിന്റെ ഗന്ധം അന്തരീക്ഷത്തിൽ ഉയർന്നു. ഡിസൂസ് തിരിച്ചെത്തുമ്പോൾ ബംഗ്ലാവിന്റെ മുറ്റത്ത് ഒരു ഫിയറ്റ് കാർ കിടപ്പുണ്ടായിരുന്നു. ഹലോ, ഫോറസ്റ്റർ ഡിസൂസയല്ലേ? ഡ്യൂട്ടി കഴിഞ്ഞ് കാണുമല്ലോ. ആ ശബ്ദം കേട്ട് ഡിസൂസ തിരിഞ്ഞു നോക്കി. പിന്നിൽ പുഞ്ചിരിച്ചുകൊണ്ട് കറിയാ ചൂളക്കാടൻ. അതെ, എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു. അതേ ശബ്ദത്തിൽ തന്നെ ഫോറസ്റ്റർ മറുപടി കൊടുത്തു. എന്നിട്ട് ജീപ്പിന്റെ അടുത്തേക്ക് നടന്നു. നിൽക്ക്, തന്റെ ഡ്യൂട്ടി ഉടനെ കഴിയും. സർവീസിൽ നിന്നല്ല, ജീവിതത്തിൽ നിന്ന്. താൻ എനിക്ക് എത്ര ലക്ഷമാണോടോ നഷ്ടം വരുത്തിയത്? നീ ഒരുത്തം വിചാരിച്ച ഈ നാട് നന്നാക്കാൻ പറ്റുമോ? മിസ്റ്റർ കറിയ ചുള്ളക്കാടൻ, തനിക്കൊക്കെ ഒരു ധാരണയുണ്ട്. എച്ചിൽ കണ്ട കുരയ്ക്കാൻ മറക്കുന്ന നായ്ക്കളാണ് ഉദ്യോഗസ്ഥന്മാരെന്ന്. ആ ധാരണ തെറ്റാണ്. നട്ടിലുള്ള ആൺപിള്ളേരും ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ഈ യൂണിഫോം ധരിക്കുന്നിടത്തോളം കാലം ഇതിനോട് വിശ്വസ്തത പുലർത്തിയേ പറ്റൂ. വരട്ടെ. ഡിസൂസയും ഗാർഡുകളും ജീപ്പിൽ കയറി. ജീപ്പ് മുന്നോട്ട് നീങ്ങി. കറിയ ചൂളക്കാടൻ പല്ല് കടിച്ചു. എടാ പീറ ഫോറസ്റ്ററെ, നിന്നെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ എന്റെ പേര് കറിയ ചൂളക്കാടൻ എന്നല്ല. നീയൊക്കെ എന്നാ മണത്തോണ്ടിരിക്കുവായിരുന്നടാ? മുതലാളി ബംഗ്ലാവിലുണ്ടായിരുന്ന ഗുണ്ടകളോട് തട്ടിക്കയറി. ഒരു കൊടുങ്കാറ്റ് പോലെ കറിയ ചൂളക്കാടൻ കാറിൽ കയറി ഓടിച്ചുപോയി. അടുത്ത ദിവസം രാവിലെ ജോബിന്റെ ശബ്ദം കേട്ടാണ് ഡിസൂസ ഉണർന്നത്. എന്താടാ? അദ്ദേഹം തിരക്കി. കൺഗ്രാചുലേഷൻസ് ഡാഡി. അവൻ പിന്നിൽ പിടിച്ചിരുന്ന പത്രം എടുത്തുയർത്തി. ഫ്രണ്ട് പേജിൽ തന്നെ കഞ്ചാവ് വേട്ടയെ കുറിച്ചുള്ള വാർത്തയും ഫോറസ്റ്ററുടെ ഫോട്ടോയും. പത്രക്കാർ എങ്ങനെ അറിഞ്ഞു? ഞാൻ വിളിച്ചു പറഞ്ഞു. മാത്രല്ല, ഇത്ര വലിയ കഞ്ചാവ് വേട്ട നടത്തിയതിന് ഡാഡിക്ക് പ്രമോഷനും. ഓ, സന്തോഷം കൊണ്ട് ഡിസൂസ മകനെ കെട്ടിപ്പിടിച്ചു. കറിയ ചുളക്കാടൻ തന്റെ മുറിയിൽ അക്ഷമനായിരുന്നു. ഫോറസ്റ്റർ ഡിസൂസയോട് തന്റെ കഞ്ചാവ് കൃഷിയെപ്പറ്റി വിവരം കൊടുത്തത് ആരാണെന്നറിയാനുള്ള ഉത്കണ്ഠ. സൈമൺ പുറത്തു പോയിരിക്കുകയായിരുന്നു, കറിയാച്ചന്റെ കിമ്പളം പറ്റുന്ന ഗാർഡുകളെ കാണാൻ. കുറച്ചു കഴിഞ്ഞപ്പോ സൈമന്റെ ബൈക്ക് പോർച്ചിൽ നിൽക്കുന്ന ശബ്ദം ചൂളക്കാടൻ കേട്ടു. ഡാഡി, നമ്മ ഒറ്റിയവൻ ആരാണെന്നറിയാമോ? അതും ചോദിച്ചുകൊണ്ടാണ് സൈമൺ കറിയാച്ചന്റെ അടുത്തേക്ക് വന്നത്. ആരാടാ? ആ തന്തയില്ലാത്ത തെണ്ടി, ഡോക്ടർ മൂർത്തി. സൈമൺ പറഞ്ഞത് കേട്ട് ചൂളക്കാടൻ ഞെട്ടി. ഡോക്ടർ മൂർത്തി? 1-2 പ്രാവശ്യം കറിയ ചൂളക്കാടൻ ആ പേര് ആവർത്തിച്ചു. എന്നിട്ട് കൊടുങ്കാറ്റ് പോലെ മുറിയിൽ 2 ചാൽ നടന്നു. അവൻ തനിക്ക് ലക്ഷങ്ങളാണ് നഷ്ടമുണ്ടാക്കിയിരിക്കുന്നത്. നിന്റെ ശനിദശ ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ, ചുളക്കാടൻ മനസ്സിൽ പറഞ്ഞു. ചായയുമായി വന്ന അച്ചമ്മ ഭർത്താവ് കൂട്ടിലിട്ട വെരുകിനെ പോലെ നടക്കുന്നത് കണ്ട് അമ്പരന്നു. നിങ്ങളെന്താ മനുഷ്യനെ പാലിന് തീ പിടിച്ച മാതിരി നടക്കുന്നത്? നിന്റെ പൊയ്ക്കോണ എന്റെ മുമ്പിന്ന്. കറിയാച്ചന്റെ കോപം ഭാര്യയ്ക്ക് നേരെയായി. ആരാടാ നിന്നോട് വിവരം പറഞ്ഞത്? അയാൾ സൈമനോട് ചോദിച്ചു. ഗാർഡ് രാമകൃഷ്ണനാ ഡാഡി. അവൻ ഡിസൂസയുടെ അടുക്കൽ നിന്ന് മണത്തറിഞ്ഞതാ. എങ്കിൽ സത്യമായിരിക്കും. അവന്റെ ഭാര്യയ്ക്ക് ചികിത്സയ്ക്ക് ആവശ്യമുള്ള പണം കൊടുത്തത് ഞാനാ. അതിന്റെ നന്ദി അവൻ കാണിച്ചു. ആ ഡിപ്പാർട്ട്മെന്റിലും നമ്മുടെ ആളുകൾ വേണ്ടേ? പക്ഷേ ഡാഡിയുടെ ഉറ്റ സുഹൃത്തായിരുന്ന ആ മൂർത്തി അത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ആ പഴയ സംഭവം മറന്നിട്ടില്ല. അതിന്റെ പകപോക്കലാണിത്. ഇനി ഒരു കളി ഞാനും കളിക്കാം. അവൻ കളി പഠിച്ചിട്ടില്ല, ഞാൻ പഠിപ്പിക്കും. നമുക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടെങ്കിൽ അവന് കോടികൾ നഷ്ടപ്പെടണം. ഇതൊരു പഴയ കണക്ക് തീർക്കൽ കൂടിയാണ്. ഡാഡി, അതിന് ഞാൻ എന്ത് ചെയ്യണം? നിനക്ക് പലതും ചെയ്യാൻ കഴിയും. ആ ഡിസൂസിയെയും വെറുതെ വിടരുത്. ചൂളക്കാടനോട് കളിച്ചാൽ പൊള്ളുമെന്ന് അവന് മനസ്സിലാക്കി കൊടുക്കണം.
ചൂളക്കാടനെ നേരിടാൻ വരുന്നവർക്കൊക്കെ അതൊരു പാടായിരിക്കുകയും വേണം. നിന്റെ കോളേജിലല്ലേ ഡിസൂസയുടെയും മൂർത്തിയുടെയും മക്കൾ പഠിക്കുന്നത്? അതെ. എങ്കിൽ അവരെ മറയാക്കി നമ്മൾ കരുക്കൾ നീക്കണം. എന്റെ സെലിൻ മോൻ എന്നെ വിട്ടുപിരിയാൻ കാരണം ആ തെണ്ടിയാണ് ഡോക്ടർ മൂർത്തി. ഒരു നിമിഷം ചില ഓർമ്മകളിൽ മുഴുകിയ കറിയാച്ചന്റെ മുഖത്തെ മാംസപേശികൾ വലിഞ്ഞു മുറുകി. അയാൾ കബോർഡ് തുറന്ന് മദ്യക്കുപ്പിയെടുത്ത് വെള്ളം ചേർത്ത് ഒരു ലാർജ് അകത്താക്കി. നീ കോളേജ് ഇലക്ഷനിൽ മത്സരിക്കുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അതെ. എങ്കിൽ ഇലക്ഷന്റെ മറവിൽ പലതും ചെയ്യാൻ സാധിക്കും. ഞാൻ പറയുന്നത് നിനക്ക് മനസ്സിലാകുന്നുണ്ടോ? ഉവ്വ് ഡാഡി. എങ്കിൽ നീ പോയിക്കോ. സൈമൺ ചൂളക്കാടൻ അന്ന് ഉറങ്ങാൻ കിടന്നത് പുതിയ ചില തീരുമാനത്തോടെയായിരുന്നു. ചതിക്ക് പകരം ചതി. പിറ്റേന്ന് അല്പം നേരത്തെ തന്നെ സൈമൺ കോളേജിൽ പോകാൻ തയ്യാറായി. അവൻ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. കോളേജ് ഇലക്ഷൻ പ്രമാണിച്ച് കുട്ടികൾ വോട്ട് പിടിക്കുന്ന തിരക്കിലായിരുന്നു. ശബ്ദമുഖരിതമായ കോളേജ് ക്യാമ്പസ്. സൈമൺ ചൂളക്കാടൻ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതുകൊണ്ട് മറ്റാരും മത്സരിക്കാനില്ലായിരുന്നു. സൈമണെതിരായിട്ട് നിന്നാൽ അവൻ എന്തെങ്കിലും കുതന്ത്രം ഒപ്പിക്കുമെന്ന് മറ്റുള്ളവർക്ക് അറിയാമായിരുന്നു. സൈമണെതിരായി അരുണ് മത്സരിച്ചിരുന്ന ചൂളക്കാടന്റെ തറവാട്ട് സ്വത്തൊന്നും അല്ലല്ലോ കോളേജും ചെയർമാൻ സ്ഥാനവും. പെൺകുട്ടികൾ മുഴുവൻ അരുണിന് വോട്ട് തരും. ക്ലാസ് കഴിഞ്ഞ് ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുമ്പോൾ നിത്യ അമർഷത്തോടെ പറഞ്ഞു, വേണ്ട നിത്യ, അവനും ഡാഡിക്കും ഞങ്ങൾ ഇപ്പോഴേ ശത്രുക്കളാ. ഇനി ഇതുകൂടി ആയ എല്ലാമായി. എങ്ങനെയും പ്രതികാരത്തിന് തക്കം പറത്ത അവന്റെ നടപ്പ്. അങ്ങനെ പറഞ്ഞു ഒഴിയാതെ. അവന്റെ അച്ഛൻ നല്ലൊരു പൊളിറ്റിക്കൽ തിങ്കർ അല്ലേ? ആ സ്വഭാവം അല്പമെങ്കിലും മകനില്ലെങ്കിൽ മോശമാ. എത്രയും പെട്ടെന്ന് നോമിനേഷൻ കൊടുക്കണം. അരുൺ നോമിനേഷൻ കൊടുത്ത വിവരം അറിഞ്ഞ് ജോബ് പറഞ്ഞു, അത് നന്നായി. ചൂളക്കാടിനെ പൊട്ടിക്കണം. എങ്കിലേ അവന്റെ അഹന്ത കുറയൂ. പക്ഷേ എനിക്കെന്തോ ഭയം തോന്നുന്നു. നീ പേടിക്കാതെ അരുൺ, ഇത് ലാസ്റ്റ് ഇയർ അല്ലേ? നമുക്കും ഒരു കൈ പയറ്റി നോക്കാമടാ. പ്രിൻസിയും റീനയും ആശയും നിത്യയും ജോബും എല്ലാം അരുണിന് വേണ്ടി വോട്ട് പിടിക്കാൻ പരിശ്രമിച്ചു. തന്റെ സഹോദരനെതിരായി അരുൺ മത്സരിക്കുന്നതിൽ ലിസിക്കും സന്തോഷമായിരുന്നു. പക്ഷെ പുറമെ കാണിച്ചില്ല. അരുൺ മത്സരിക്കുന്ന വിവരം അറിഞ്ഞപ്പോ ഡോക്ടർ മൂർത്തി പറഞ്ഞു, ഒന്നും വേണ്ടായിരുന്നു. അവസരം നോക്കി നടക്കുകയാണ് സൈമണും അപ്പനും. നോവിച്ച് വെട്ട പാമ്പാണ് ചൂളക്കാടൻ. ഏതായാലും മോൻ സൂക്ഷിക്കണം. അന്നൊരു വെള്ളിയാഴ്ചയായിരുന്നു. കോളേജ് ഇലക്ഷന് കഷ്ടിച്ച് ഒരാഴ്ച കൂടി മാത്രം. ലൈബ്രറിയിൽ ചെന്നതായിരുന്നു നിത്യ. ലൈബ്രറി ഹാൾ ശൂന്യമായിരുന്നു. നിത്യ റാക്കിൽ ചില പുസ്തകങ്ങൾ പരതുകയായിരുന്നു. എടി, നീയാണോ എനിക്കെതിരായി ആളെ മത്സരിപ്പിക്കാൻ ഏർപ്പാടാക്കിയത്? അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. പിന്നിൽ ക്രുദ്ധനായി സൈമൺ. നിത്യ ഒരു രക്ഷയ്ക്ക് വേണ്ടി ചുറ്റും നോക്കി. അടുത്തെങ്ങും ഒരു മനുഷ്യജീവി പോലുമില്ല. സൈമൺ തന്റെ തനിച്ച് കിട്ടാൻ തക്കം പാർത്തു നിന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. നീ ആരാടി? ക്ലിയോപാട്രയോ അതോ മർലിൻ മൺറോയോ? ഒരു മഹാറാണി വന്നിരിക്കുന്നു. അവനെ ചെയർമാൻ ആക്കിയില്ലെങ്കിൽ അവൻ നിനക്ക് ഗർഭമുണ്ടാക്കിയിട്ട് മുങ്ങുവടി. മോളെ. അവന്റെ വായിൽ നിന്നും മദ്യത്തിന്റെ മണം പ്രവഹിക്കുന്നുണ്ടായിരുന്നു. സൈമൺ രണ്ടും കൽപ്പിച്ചാണെന്ന് നിത്യക്ക് തോന്നി. സൈമൺ, വഴിയിൽ നിന്ന് മാറ്, എനിക്ക് പോകണം. വഴി തടഞ്ഞു നിൽക്കുന്ന അവനോട് നിത്യ പറഞ്ഞു, നീ എങ്ങോട്ടാടി പോകുന്നത്? നീ പോകുന്നത് എനിക്കൊന്ന് കാണണമല്ലോ. സൈമൺ, പ്ലീസ് എന്നെ ഉപദ്രവിക്കരുത്. ഇല്ലടി, ഉപദ്രവിക്കുന്നില്ല. ഒരു ഉമ്മ തരാൻ പോവുക. എനിക്കൊന്നും കേക്കണ്ട, വഴി മാറ്. പെട്ടെന്ന് സൈമൺ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. ചീ, വിടറ പട്ടി, നീ എന്ത് കരുതി? അത് പറഞ്ഞതും പടക്കം പൊട്ടുന്നത് പോലെ നിത്യയുടെ കൈ സൈമന്റെ കവിളത്ത് വീണു. കുടിച്ചി പട്ടി, നീ അത്രയ്ക്കായോ? അടിയേറ്റ മൂർഖനെ പോലെ സൈമൺ ചീറ്റി. നിത്യ വരുന്നതും കാത്ത് കാറ്റാടി മരത്തിന്റെ ചുവട്ടിൽ നിൽക്കുകയായിരുന്നു അരുൺ. പെട്ടെന്ന് അവളുടെ കരച്ചിൽ അവന്റെ കാതിൽ വന്നു വീണു. ഒന്നും ആലോചിക്കാതെ അരുൺ കുതിച്ചു. നിന്നെ ഞാൻ... അത് പറഞ്ഞ് സൈമൺ നിത്യയെ കടന്നു പിടിച്ചു. അവൾ നിലവിളിച്ചുകൊണ്ട് കുതിറി മാറാൻ ശ്രമിച്ചു. അപ്പോൾ ഒരു വിടന്റെ ഭാവമായിരുന്നു അവന്. പെട്ടെന്ന് ഒരു ഉഗ്രം തൊഴിയേറ്റ് റാക്കിന് മുകളിലേക്ക് സൈമൺ തെറിച്ചു വീണു. റാക്കിലുണ്ടായിരുന്ന പുസ്തകങ്ങൾ തറയിൽ ചിതറി. അവന്റെ പിടിയിൽ നിന്നും തെന്നി വീഴാൻ ഭാവിച്ച നിത്യയെ രണ്ടു കരങ്ങൾ താങ്ങി. അവൾ തിരിഞ്ഞു നോക്കി. വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരു രക്ഷകനെ പോലെ അരുൺ. അന്നത്തെ സംഭവം അരുൺ മൂർത്തിയോട് പറഞ്ഞില്ല. നിത്യയും താന് സ്നേഹത്തിലാണെന്ന കാര്യം അവൻ മമ്മിയോട് സൂചിപ്പിച്ചിട്ടുണ്ട്. സത്യത്തിൽ സൈമൺ തന്നെ അടിച്ച് ചെരിപ്പെടുത്തുമെന്നാണ് കരുതിയത്. എന്നാൽ മുറിവേറ്റ സിംഹത്തെ പോലെയായിരുന്നു അവന്റെ ഭാവം.
ലൈബ്രറിയും വന്നതുകൊണ്ട് തൽക്കാലം രക്ഷപ്പെട്ടു. തന്റെ പ്രഹരം അവന് നന്നായി ഏറ്റിട്ടുണ്ട്. അരുൺ ഓർത്തു. നിത്യയെ താൻ ആർക്കും വിട്ടുകൊടുക്കില്ല. അവൾ തന്റെ പെണ്ണാണ്. ഒരു സാധാരണ കുടുംബത്തിലെ പെണ്ണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് താൻ അവളെ സ്നേഹിച്ചത്. നിത്യയെക്കുറിച്ച് ഓർത്തപ്പോൾ അരുണിന്റെ മുഖത്ത് ഒരിളം പുഞ്ചിരി വിടർന്നു. അരുൺ കടപ്പുറത്തുകൂടി നടക്കുകയായിരുന്നു. അസ്തമയ സൂര്യൻ കടലിൽ ചുവന്ന കമ്പളം വിരിച്ചിട്ടു. പടിഞ്ഞാറ് മരിക്കാൻ പോകുന്ന സൂര്യന് അന്തിമാഞ്ജലി അർപ്പിക്കാൻ എന്നവണ്ണം കാർമേഘങ്ങൾ ഓടിക്കൊണ്ടിരുന്നു. മണ്ടയില്ലാത്ത തെങ്ങിൻ ചുവട്ടിൽ അവൻ ഇരുന്നു. ദൂരെ നിന്നും കരയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലായിരുന്നു അവന്റെ ദൃഷ്ടികൾ. പെട്ടെന്ന് ശക്തമായ അടിയേറ്റ് പൊരിമണിലേക്ക് മൂക്കുകുത്തി അരുൺ വീണു. വായിൽ കയറിയ മണൽ തുപ്പിക്കളഞ്ഞുകൊണ്ട് കൈകുത്തി എണീറ്റ അരുണിന്റെ പുറത്ത് വീണ്ടും ശക്തമായ താടനമേറ്റു. കലി കയറിയതുപോലെ സൈമൺ ചൂളക്കാടൻ അരുണിനെ തൊഴിച്ചു മറിച്ചു. അവൻ അറയിൽ നിന്നും സൈക്കിൾ ചെയിൻ എടുത്ത് ആഞ്ഞു വീശി. ആ അടിയേറ്റാൽ തലച്ചോറ് ചിതറിപ്പോകുമായിരുന്നു. ഞൊടിയിടയിൽ അരുൺ ഉരുണ്ടുമാറി. സൈക്കിൾ ചെയിൻ ലക്ഷ്യം തെറ്റി വായുവിൽ വട്ടം കറങ്ങി. അരുൺ സൈമന്റെ അടിവയറ്റിൽ തല വെച്ചൊരു അടി കൊടുത്തു. ഒരലർച്ചയോടെ സൈമൺ മണ്ണിലേക്ക് വീണു. കാശ് കൊടുക്കാതെ സിനിമയിലേതുപോലെ അടി കണ്ട ആളുകൾ ഓടിക്കൂടി. റോന്തു ചുറ്റാനിറങ്ങിയ ഫ്ലൈയിങ് സ്ക്വാഡ് സംഭവ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. പോലീസ് ഇരുവരെയും പിടിച്ചുമാറ്റി. ജീപ്പിൽ കയറടാ, ഇനി ബാക്കി സ്റ്റേഷനിൽ ചെന്നിട്ടാകാം. ഒരു കോൺസ്റ്റബിൾ അവരെ പിടിച്ച് ജീപ്പിലേക്ക് തള്ളി. ആ മാരുതി ജിപ്സി പൊടിമണൽ പാർത്തിക്കൊണ്ട് മുന്നോട്ട് കുതിച്ചു. എന്താണ് നിന്റെ പേര്? പോലീസ് സ്റ്റേഷനിൽ നിൽക്കുന്ന അവരിൽ സൈമണോളായി DSP ഹരിശങ്കർ ചോദിച്ചു. സൈമൺ ചുളക്കാടൻ. നിന്റെയോ? അരുൺ. എന്തിനാടാ പട്ടിയെ പോലെ കടപ്പുറത്ത് കിടന്ന് കടിപിടി കൂടിയത്? അരുൺ നടന്നതെല്ലാം ഇൻസ്പെക്ടറോട് പറഞ്ഞു. അപ്പോ ഇവനാണോ വില്ലൻ? ഇങ്ങോട്ട് മാറി നിൽക്കടാ, ഹരിശങ്കർ പറഞ്ഞു. സൈമൺ കേട്ട ഭാവം നടിച്ചില്ല. പറഞ്ഞത് കേട്ടില്ലടാ കൊഴുവരുടെ മോനെ. അത് പറഞ്ഞതും ഹരിശങ്കർ സൈമന്റെ കഴുത്തിന് പിടിച്ച് തള്ളി. സ്റ്റേഷന്റെ ഭിത്തിയിൽ തലയിടിച്ച് അവൻ വീണു. സർ, അയാളെ തല്ലരുത്. കറിയാച്ചോളക്കാടൻ മുതലാളിയുടെ മകനായത്. അദ്ദേഹം വിചാരിച്ച നാളെ ഗവർണത്തായിരിക്കും ജോലി, HC പറഞ്ഞു. ഷട്ടപ്പ്. DSPയുടെ മുഖഭാവം മാറുന്നത് കണ്ട് അയാൾ വിറച്ചുപോയി. സർ, ഡാഡിയെ വിവരം അറിയിച്ചിട്ടുണ്ടെന്ന മട്ടിൽ HC സൈമണിനെ ആംഗ്യം കാണിച്ചു. അപ്പോൾ ഹരിശങ്കറിന്റെ മേശപ്പുറത്ത് നിന്ന് ടെലിഫോൺ ശബ്ദിച്ചു. ഹലോ, ഹരിശങ്കർ ഹിയർ. സർ. ഓക്കെ സർ. അദ്ദേഹം ദേഷ്യത്തോടെ റിസീവർ കാർഡിലേക്ക് ഇട്ടു. DIG ചന്ദ്രദാസ് സാറിന്റെ കോളായിരുന്നു അത്. സൈമണെ ഉടൻ വിട്ടയക്കാൻ, കേസ് ചാർജ് ചെയ്യേണ്ടെന്ന്. താൻ ഇട്ടിരിക്കുന്ന കുപ്പായത്തോടും ഇരിക്കുന്ന കസേരയോടും ഹരിശങ്കറിന് പുച്ഛം തോന്നി. ഇവിടെ മനസാക്ഷിയോടെ നീതി നടത്താൻ സാധ്യമല്ല. പണമുള്ളവനാണ് ഇവിടുത്തെ നിയമം. കോൺസ്റ്റബിൾ, ഇവരുടെ ഒപ്പ് വാങ്ങിയ ശേഷം പറഞ്ഞു വിട്ടേക്കൂ. താൻ പറഞ്ഞത് എങ്ങനെയുണ്ടെന്ന മട്ടിൽ HC ഹരിശങ്കറെ നോക്കി. അപ്പോൾ ഒരു കാറിന്റെ പ്രകാശം സ്റ്റേഷന്റെ കോമ്പൗണ്ടിലേക്ക് കയറി വന്നു. കാറിൽ നിന്നും കറിയാച്ചോളക്കാടൻ ഇറങ്ങി. നമ്മൾ തമ്മിൽ പരിചയമില്ല. എന്നെ ഞാൻ പരിചയപ്പെടുത്താം. കറിയാച്ചോളക്കാടൻ. ഈ നിൽക്കുന്നത് എന്റെ മകനാണ്. നിങ്ങൾ അവനെ തല്ലിയല്ലേ? ഞാൻ അവനെ ഇതുവരെ ഒന്ന് നുള്ളി നോവിച്ചിട്ട് പോലുമില്ല. അതിന്റെ കുറവ് അറിയാനുണ്ട്. ഗൗരവം വിടാതെ ഹരിശങ്കർ തുടർന്നു. മകനെ കൊണ്ടുപോകാൻ വന്നതാണല്ലേ? വിളിച്ചോണ്ട് പോക്കോ. തന്റെ ഓശാരം എനിക്ക് ആവശ്യമില്ല. അല്ലാതെ കൊണ്ടുപോകാൻ എനിക്കറിയാം. യു ബ്ലഡി. ചൂടാകാതെ സാറേ. സാറ് IPS എടുത്തെങ്കിൽ സാറിന് കൊള്ളാം. കടിച്ചാ പൊട്ടാത്ത വാക്കുകളൊന്നും ഉപയോഗിക്കേണ്ട. ഈ കസേരയിൽ ഇരുന്ന് എന്നോട് കളിച്ചവരാരും 4 ദിവസം തിരിച്ചിവിടെ ഇരുന്നിട്ടില്ല. ഭീഷണിയായിരിക്കും. അതെ, ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ നിന്നെ ഇനിയും എന്റെ കൈ കിട്ടും, ഹരിശങ്കൻ സൈമണോട് പറഞ്ഞു. അന്ന് താൻ ജീവനോടെ കാണുമെന്ന് എന്താ ഇത്ര ഉറപ്പ്? റാസ്കൽ. ഹരിശങ്കറിന്റെ കൈ സൈമന്റെ കവിളത്ത് പതിച്ചു. തന്നെ പോലുള്ള പണച്ചാക്കുകളെ കണ്ടാൽ വാലാട്ടുന്ന കൊടിച്ചുപെട്ടിയാണ് ഞാനെന്ന് കരുതിയോ? DSP ദേഷ്യം കൊണ്ട് വിറച്ചു. നീ എന്റെ മകനെ തല്ലിയല്ലേ? ഇതിന് പകരം ഞാൻ കാണിച്ചു തരാം. താനൊരു പുല്ലും കാണിക്കില്ല. വീണ്ടും കാണാം, വാടാ. അതും പറഞ്ഞ് മകനെയും കൂട്ടി കറിയാച്ചോളക്കാടൻ കാറിൽ കയറി പാഞ്ഞുപോയി. ഡോക്ടർ മൂർത്തിയുടെ മകനല്ലേ? എനിക്കറിയാം, ഹരിശങ്കർ പറഞ്ഞു. എന്റെ ഡാഡിയെ അറിയുമോ? അരുൺ ചോദിച്ചു. അറിയും. എന്റെ മോളെ ഡോക്ടർ ചികിത്സിച്ചിട്ടുണ്ട്. ഞാൻ പോയിക്കോട്ടെ സർ. ശരി. പുറത്തിറങ്ങിയ അരുൺ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോയി. DSP ഹരിശങ്കർ ക്വാർട്ടേഴ്സിലേക്ക് പോകാനായി എണീറ്റപ്പോ
ഒരു കോൺസ്റ്റബിൾ പറഞ്ഞു. സർ, ആ ചൂളക്കാരൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. ഒരു പറ്റം ഗുണ്ടകളെ തീറ്റി പോറ്റുന്നുണ്ട്. സാറ് സൂക്ഷിക്കണം. എടോ, ഞാൻ അമ്മയുടെ വയറ്റിലേക്ക് തിരിച്ചു ചെല്ലാമെന്ന് വാക്കു കൊടുത്തിട്ടില്ല. സത്യത്തിൽ ഇവനെ പോലുള്ള ക്രിമിനലുകളെ വെടിവെച്ച് കൊല്ലണം. DSP ഹരിശങ്കർ ചന്ദ് ജീപ്പിൽ കയറി. കോളേജ് ഇലക്ഷനിൽ ചെയർമാൻ സ്ഥാനത്തേക്ക് അരുൺ ജയിച്ചു. വിവരമറിഞ്ഞ സൈമൺ ചൂളക്കാടൻ പല്ല് ഞെരിച്ചു. ഇല്ല അരുൺ, ഇതുകൊണ്ടൊന്നും സൈമൺ ചൂളക്കാടൻ തോൽക്കില്ല. ഓരോന്നിനും പകരം പലിശ സഹിതം തിരിച്ചു തരും. സൂക്ഷിച്ചോ, അവൻ മനസ്സിൽ പറഞ്ഞു. നിത്യയ്ക്ക് പോകേണ്ട ബസ് അന്നില്ലായിരുന്നു. അടുത്ത ബസ് വരണമെങ്കിൽ അരമണിക്കൂർ കഴിയും. അതുവരെ ബസ് സ്റ്റോപ്പിൽ നിൽക്കാൻ അവൾ തീരുമാനിച്ചു. മറ്റു കുട്ടികളൊക്കെ പോയി കഴിഞ്ഞിരുന്നു. ഒടുവിൽ നിത്യ തനിച്ചായി. അപ്പോൾ ഒരു മാരുതി ഓമിനി അവൾക്കരികിൽ വന്നു നിന്നു. അതിന്റെ ഡോർ തുറന്നതും രണ്ടു കൈകൾ അവളെ വലിച്ച് വാനിനകത്തിട്ട് ഡോർ അടച്ചു. വാൻ മുന്നോട്ട് കുതിച്ചു. ഇതെല്ലാം സെക്കൻഡുകൾക്കുള്ളിൽ കഴിഞ്ഞു. വാനിനുള്ളിൽ സൈമൺ ചൂളക്കാടനും ഗുണ്ടകളുമായിരുന്നു. എന്നെ എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്? മനോധൈര്യം കൈവിടാതെ നിത്യ ചോദിച്ചു. നിന്റെ മണവാട്ടിയാക്കാൻ. സൈമൺ പറഞ്ഞത് കേട്ട് മറ്റുള്ളവർ ചിരിച്ചു. വണ്ടി നിർത്ത്, ഞാൻ ഒച്ച വെച്ച ആളെ കൂട്ടും. ലാസർ, സൈമൺ വിളിച്ചു. അതിനർത്ഥം മനസ്സിലാക്കിയ ലാസർ നിത്യയുടെ വായിൽ അവളുടെ ഷാളിന്റെ അറ്റം വലിച്ചു കീറി തിരികി. പിന്നെ കൈകൾ പുറകോട്ടാക്കി ബന്ധിച്ചു. വാൻ ആനറാഞ്ചി ലാക്കാക്കി കുതിച്ചു. ഇവർ തന്നെ കൊല്ലാനാണ് കൊണ്ടുപോകുന്നതെന്ന് നിത്യയ്ക്ക് ഉറപ്പായി. എങ്ങനെയും അവരുടെ ഉദ്ദേശം നടക്കരുത്, രക്ഷപ്പെടണം. വാൻ ഒരു മലഞ്ചെരുവിലൂടെ ഓടിക്കൊണ്ടിരുന്നു. ഒരു തടി ലോറിക്ക് സൈഡ് കൊടുക്കുമ്പോ സ്പീഡ് അല്പം കുറഞ്ഞു. ആ തക്കത്തിന് ഡോർ വലിച്ചു മാറ്റി നിത്യ പുറത്തേക്ക് ചാടി. താഴേക്ക് ചെരിവായിരുന്നു. അതിലൂടെ അവൾ ഉരുണ്ടുപോയി. ഡ്രൈവർ വാൻ സഡൻ ബ്രേക്ക് ചെയ്തു. റോഡിൽ ടയർ ഉറഞ്ഞു. വാൻ നിന്നു. സൈമൺ ചൂളക്കാടൻ ഡോർ തുറന്ന് പുറത്തിറങ്ങി. താഴെ നിത്യ കമിഴ്ന്ന് കിടപ്പുണ്ടായിരുന്നു. ലാസറെ, ജീവനുണ്ടോ എന്ന് നോക്ക്. അത് കേൾക്കേണ്ട താമസം ലാസർ താഴേക്ക് കുതിച്ചു. അവളുടെ നാസികയിൽ വിരൽ ചേർത്തു. ചത്തിട്ടില്ല എങ്കിൽ എടുത്തോണ്ട് വാ. നിത്യയുടെ ശരീരത്ത് പല ഭാഗത്തും തൊലി ഉരഞ്ഞു പൊട്ടിയിരുന്നു. അതിലൂടെ ചോര ഒഴുകി. അബോധാവസ്ഥയിലായ നിത്യയെ നാസർ എടുത്തുകൊണ്ടുവന്ന് വാനിന്റെ പിൻസീറ്റിൽ കിടത്തി. വൺ സ്റ്റാർട്ടാക്കി. വീണ്ടും അതിന്റെ ലക്ഷ്യത്തിലേക്ക് കുതിച്ചു. ഒടുവിൽ അതിന്റെ യാത്ര അവസാനിച്ചു. ആനറാഞ്ചിയിലെ പഴയ ബംഗ്ലാവിന് മുന്നിൽ വാൻ നിന്നു. സൈമന്റെയും കറിയാച്ചിന്റെയും ശിങ്കിടികൾ അവിടെ നിന്നിരുന്നു. ചരക്കിന് കിട്ടിയോടാ? ലോറൻസ് ചോദിച്ചു. പിന്നല്ലാതെ. സൈമൺ ചൂളക്കാടൻ വിചാരിച്ച കാര്യം ഇതുവരെ നടത്താതിരുന്നിട്ടുണ്ടോടാ? എന്നിട്ട് എവിടെ? വാനിലുണ്ട്. കൊണ്ടുവരുന്ന വഴി ചാടിപ്പോവാൻ നോക്കി. ഞാൻ വിടുമോ? ഇപ്പൊ ബോധവുമില്ല. അത് സാരമില്ല, ബോധം തെളിയിക്കാൻ മാർഗമുണ്ട്. നീ അവളെ എടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്ത്. ബോധം ഞാൻ തെളിയിക്കാം. ലാസർ വാനിൽ നിന്ന് വാടിയ താമരത്താണ്ട് പോലെ കിടക്കുന്ന നിത്യയെ കോരിയെടുത്ത് ബെഡ്റൂമിൽ കൊണ്ടുപോയി കിടത്തി. സൈമൺ കുറച്ച് വെള്ളം അവളുടെ മുഖത്ത് തളിച്ചു. ഞരക്കത്തോടെ നിത്യ കണ്ണു തുറന്ന് ചുറ്റും പകച്ചു നോക്കി. അമ്മേ, ഞാൻ എവിടെയാണ്? നടന്നതെല്ലാം സ്മൃതിപഥത്തിൽ കൊണ്ടുവരാൻ അവൾ ശ്രമിച്ചു. പെട്ടെന്ന് അവർക്കെല്ലാം ഓർമ്മ വന്നു. താൻ എവിടെയാണെന്ന് അവൾക്കൊരു ഊഹം കിട്ടി. നോ! സർവശക്തിയും എടുത്ത് അവൾ ചാടി എണീറ്റു. കിടക്കടി അവിടെ! സൈമൺ മുരട്ടു. പ്ലീസ് സൈമൺ, എന്നെ ഉപദ്രവിക്കരുതേ. ഒരു സഹോദരിയായിട്ടെങ്കിലും എന്നെ കരുതണേ. അവൾ നിറമിഴികളോടെ ആ മല്ലന്മാരുടെ നേരെ കൈകൂപ്പിക്കാണ് അപേക്ഷിച്ചു. കാമപ്പെ പിടിച്ച പിശാചുകൾക്ക് അത് വെറും നേരം പോക്കായിട്ടാണ് തോന്നിയത്. ലോകത്തിലെ എല്ലാ പെണ്ണുങ്ങളെയും സഹോദരിയായിട്ട് കരുതിയ മാനവവംശം നിന്നു പോകുമല്ലോടി. പിന്നെ അയാൾ പറഞ്ഞത് പച്ചത്തെളിയായിരുന്നു. പ്ലീസ് സൈമൺ, എന്നെ ഒന്നും ചെയ്യല്ലേ. പെട്ടെന്ന് ഒരു വ്യാഘ്രത്തെ പോലെ സൈമൺ അവളുടെ ബെഡിലേക്ക് ചാടി വീണു. വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റു സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് നൽകുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നോവലിന്റെ തുടർന്നുള്ള ഭാഗങ്ങൾ കേൾക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ഒന്ന് ഹൈപ്പ് കൂടി ചെയ്യുക. വീണ്ടും കാണാം. നന്ദി.